ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായ ശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 56-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 56, 57 2 അധ്യായങ്ങൾ സ്യമന്തകോപാഖ്യാനം എന്നറിയപ്പെടും. സ്യമന്തകോപാഖ്യാനം കേട്ടാലുള്ള ഫലം ദുഷ്കീർത്തി മാർജനം, അല്ലേ? എന്തെങ്കിലും നമുക്ക് ചീത്തപ്പേരുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം നീങ്ങി കിട്ടാനായിക്കൊണ്ടാണ് സമന്തകോപാഖ്യാനത്തെ പറയുക. തീർച്ചയായിട്ടും നമുക്കൊക്കെ ദുഷ്കീർത്തി ഉണ്ട്. ആ ദുഷ്കീർത്തി മാറാൻ എന്താണ് ദുഷ്കീർത്തി? ആത്മസ്വരൂപികളായ നമ്മൾ അല്പന്മാരായി തീർന്നിരിക്കുകയാണ് ദേഹാഭിമാനം കൊണ്ട്. അപ്പം നമ്മുടെ ഇപ്പോഴുള്ള പേരും നമ്മുടെ സ്ഥാനമാനങ്ങളും നമ്മുടെ റോളുകളെല്ലാം തന്നെ നമ്മളിൽ ആരോപിതമായിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ നാം അല്ലാത്തതാണ്. ആ ദുഷ്കീർത്തി നീങ്ങാനാവട്ടെ നമ്മുടെ ആത്യന്തികമായിട്ടുള്ള പരിശ്രമം. തത്വമസി എന്ന് മഹാഗുരുക്കന്മാർ നമ്മളോട് ഉപദേശിക്കുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന ആ ബോധം ഉറയ്ക്കാൻ, അതാണ് യഥാർത്ഥ കീർത്തി. ആ കീർത്തി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് സമന്തകോപാഖ്യാനത്തിലേക്ക് കടക്കാം. സമന്തകോപാഖ്യാനം ആരംഭിക്കുന്നു. ഈ ആദ്യത്തെ അധ്യായത്തിൽ തന്നെയാണ് ഭഗവാന്റെ 2 വിവാഹങ്ങൾ, സത്യഭാമ, ജാമ്പവതി വിവാഹങ്ങൾ. നോക്കാം, വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 55-തമോऽധ്യായഃ. ശ്രീശുക ഉവാച. സത്രാജിതസ്വതനയാം കൃഷ്ണായ കൃതകിൽബിഷഃ സ്യമന്തകേന മണിനാ സ്വയമുദ്യമ്യ ദത്തവാൻ. രാജോവാച. സത്രാജിതക്കിമകരോത് ബ്രഹ്മൻ കൃഷ്ണസ്യ കിൽബിഷം സ്യമന്തക കുതസ്തസ്യ കസ്മാദ്ദത്താ സുതാ ഹരേഃ. ശ്രീശുക ഉവാച. ആസീത് സത്രാജിതഃ സൂര്യോ ഭക്തസ്യ പരമഃ സഖാ പ്രീതസ്തസ്മൈ മണിം പ്രാദാത് സൂര്യഃ തുഷ്ടഃ സ്യമന്തകം സതം ബിഭ്രന്മണിം കണ്ഠേ ഭ്രാജമാനോ യഥാ രവിഃ പ്രവിഷ്ടോ ദ്വാരകാം രാജൻ തേജസാ നോപലക്ഷിതഃ. തം വിലോക്യ ജനാ ദൂരാത് തേജസാമുഷ്ടദൃഷ്ടയഃ ദിവ്യതേക്ഷൈർഭഗവതേ ശശംസുഃ സൂര്യസംഗീതാഃ.
നാരായണ നമസ്തേസ്തു ശംഖചക്രഗദാധര ദാമോദരാരവിന്ദാക്ഷ ഗോവിന്ദ യദുനന്ദന ഏഷ ആയാതി സവിതാ ത്വാം ദിദൃക്ഷുഃ ജഗത്പതേ മുഷ്ണൻ ഗഭസ്തി ചക്രേണ നൃണാം ചക്ഷൂംഷി തിഗ്മഗുഃ. നന്വന്വിച്ഛന്തി തേ മാർഗം ത്രിലോക്യാം വിബുദർഷഭാഃ ജ്ഞാത്വാദ്യഗൂഢം യദുഷു ദ്രഷ്ടും ത്വാം യാതി അജഃ പ്രഭോ. ശ്രീശുക ഉവാച നിശമ്യ ബാലവചനം പ്രഹസ്യാംബുജലോചനഃ പ്രാഹ നാസൗ രവിർദേവഃ സത്രാജിത് മണിനാജ്വലൻ. സത്രാജിത് സ്വഗൃഹം ശ്രീമത്കൃത കൗതുകമംഗളം പ്രവിശ്യദേവ സദനെ മണിം വിപ്രൈർനിവേശയത്. ദിനേ ദിനേ സ്വർണഭാരാൻ അഷ്ടൗ സൃജതി പ്രഭോ ദുർഭിക്ഷമാര്യരിഷ്ടാനി സർപ്പാദിവ്യാദയോ അശുഭാഃ. ന സന്തി മായിനസ്തത്ര യത്രാസ്തേ അഭ്യർച്ചിതോ മണിഃ. സ യാചിതോ മണിം ക്വാപി യദുരാജായ ശൗരിണാ നൈവാർത്തകാമുകഃ പ്രാഗാത് യാജ്ഞാഭംഗം അതർക്കയൻ. തമേകദാ മണിം കണ്ഠേ പ്രതിമുച്യ മഹാപ്രഭം പ്രസേനോ ഹയമാരുഹ്യ മൃഗയാം വ്യചരദ്വനെ. പ്രസേനം സഹയം ഹത്വാ മണിമാച്ഛിദ്യ കേസരീ ഗിരിം വിശഞ്ചാംബവതാ നിഹതോ മണിമിച്ഛതാ. സോപി ചക്രേ കുമാരസ്യ മണിം ക്രീഡനകമ്പിലേ അപശ്യൻ ഭ്രാതരം ഭ്രാതാ സത്രാജിത് പര്യതപ്യത. പ്രായഃ കൃഷ്ണേന നിഹതോ മണിഗ്രീവോ വനം ഗതഃ ഭ്രാതാ മമേതി തത്ശ്രുത്വാ കർണേ കർണേ അജപഞ്ജനാഃ. ഭഗവാൻ തദുപസൃത്യ ദുർയശോ ലിപ്തമാത്മനി മാർഷ്ടും പ്രസേന പദവീം അന്വപദ്യത നാഗരൈഃ. ഹതം പ്രസേനമശ്വം ച വീക്ഷ്യ കേസരിണാ വനെ തം ചാദ്രിപൃഷ്ഠേ നിഹതം ഋക്ഷേണ ദദൃശുർജനാഃ. ഋക്ഷരാജബിലം ഭീമം അന്ധേന തമസാവൃതം ഏകോ വിവേശ ഭഗവാൻ അവസ്ഥാപ്യ ബഹിഃ പ്രജാഃ. തത്ര ദൃഷ്ട്വാ മണിശ്രേഷ്ഠം ബാലക്രീഡനകം കൃതം ഹർത്തും കൃതമതിസ്തസ്മിൻ അവതസ്തേർഭഗാന്തികേ. തം അപൂർവം നരം ദൃഷ്ട്വാ ധാത്രീ ചുക്രോശബീദവത് തച്ഛ്രുത്വാഭ്യദ്രവത് ക്രുദ്ധോ ജാംബവാൻ ബലിനാം വരഃ. സ വൈ ഭഗവതാ തേന യുയുധേ സ്വാമിനാത്മനഃ പുരുഷം പ്രാകൃതം മത്വാ കുപിതോ നാനുഭാവവിത്. ദ്വന്ദ്വയുദ്ധം സുതുമുലം ഉഭയോർവിജിഗീഷതോഃ ആയുധാസ്മദ്രുമൈർദോർഭിഃ ക്രവ്യാർത്ഥേ ശേനയോരിവ. ആസീത്തദഷ്ടാവിംശാഹം ഇതരേതരമുഷ്ടിഭിഃ വജ്രനിഷ്പേഷപരുഷൈഃ അവിശ്രമം അഹർനിശം. കൃഷ്ണമുഷ്ടിവിനിഷ്പാദനിഷ്ഭിഷ്ടാംഗോരുബന്ധനഃ ക്ഷീണസത്വഃ സ്വിന്നഗാത്രഃ തമാഹാതീവ വിസ്മിതഃ. ജാനേ ത്വാം സർവഭൂതാനാം പ്രാണ ഓജഃ സഹോബലം വിഷ്ണും പുരാണപുരുഷം പ്രഭവിഷ്ണുമതീശ്വരം. ത്വം ഹി വിശ്വസൃജാം സ്രഷ്ടാ സൃജ്യാനാമപി യച്ഛ സത് കാല കലയതാമീശഃ പര ആത്മാ തദാത്മനാം. യസ്യേഷദുത്കലിതരോഷകടാക്ഷമോക്ഷൈഃ വത്മാദിശക്ഷുഭിതനക്രതിമിംഗിലോബ്ധിഃ സേതുകൃതസ്വയശ ഉജ്ജ്വലിതാ ച ലങ്കാ രക്ഷശിരാംസി ഭുവി പേതു ഇഷുക്ഷതാനി. ഇതി വിജ്ഞാതവിജ്ഞാനം വൃക്ഷരാജാനമച്യുതഃ വ്യാജഹാര മഹാരാജ ഭഗവാൻ ദേവകീസുതഃ. അഭിമൃശ്യാരവിന്ദാക്ഷഃ പാണിനാ ശങ്കരേണ തം കൃപയാ പരയാ ഭക്തം പ്രേമഗംഭീരയാ ഗിരാ. മണിഹേതോരിഹ പ്രാപ്ത വയം വൃക്ഷപദേ ബിലം മിഥ്യാഭിശാപം പ്രമൃജൻ ആത്മനോ മണിനാമുന.
ഇത്യുക്തസ്വാം ദുഹിതരം കന്യാം ജാംബവതീം മുദാ അർഹണാർത്ഥം സമണിനാ കൃഷ്ണായോപജഹാരഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അദൃഷ്ട്വാ നിർഗമം ശൗരേഃ പ്രവിഷ്ടസ്യ ബിലം ജനാഃ പ്രതീക്ഷ്യ ദ്വാദശാഹാനി ദുഃഖിതാ സ്വപുരം ജയുഃ. നിശമ്യ ദേവകീ ദേവി രുക്മിണ്യാനഗതുന്ദുഭിഃ സുഹൃദോ ജ്ഞാതയോ ശോചൻ ബിലാത് കൃഷ്ണം അനിർഗതം. സത്രാജിതം ശപന്തസ്തേ ദുഃഖിതാ ദ്വാരകൗകസഃ ഉപതസ്തുർ മഹാമായാം ദുർഗാം കൃഷ്ണോപലബ്ധയേ. തേഷാം തു ദേവ്യുപസ്ഥാനാത് പ്രത്യാദിഷ്ടാശിഷാ സച പ്രാദുർബഭൂവ സിദ്ധാർത്ഥഃ സദാരോ ഹർഷയൻ ഹരിഃ. ഉപലഭ്യ ഹൃഷീകേശം മൃതം പുനരിവാഗതം സഹ പത്ന്യാ മണിഗ്രീവം സർവേ ജാതമഹോത്സവാഃ. സത്രാജിതം സമാഹൂയ സഭായാം രാജസന്നിധൗ പ്രാപ്തിം ചാഖ്യായ ഭഗവാൻ മണിം തസ്മൈ നിവേദയത്. സജാതിവ്രീഡിതോ രത്നം ഗൃഹീത്വാ വാങ്മുഖസ്തതഃ അനുതപ്യമാനോ ഭവനം അഗമത് സ്വേന പാപ്മനാ. സോനുദ്യായൻ തദേവാഘം ബലവദ്വിഗ്രഹാകുലഃ കഥം മൃജാമ്യാത്മരജഃ പ്രസീദേദ്വാച്യുതഃ കഥം. കിം കൃത്വാ സാധു മഹ്യം സ്യാദ് ന ശപേദ്വാ ജനോ യദാ അദീർഘദർശനം ക്ഷുദ്രം മൂഢം ദ്രവിണലോലുപം. ദാസ്യേ ദുഹിതരം തസ്മൈ സ്ത്രീരത്നം രത്നമേവ ച ഉപായോയം സമീചീനഃ തസ്യൈ ശാന്തിർന ചാന്യതാം. തസ്യ ശാന്തിർന ചാന്യതാം. ഏവം വ്യവസിതാ ബുദ്ധ്യാ സത്രാജിത് സ്വസുതാം ശുഭാം മണിം ച സ്വയമുദ്യമ്യ കൃഷ്ണായോപജഹാരഃ. താം സത്യഭാമാം ഭഗവാൻ ഉപയേമേ യഥാവിധി ബഹുഭിർയാചിതാം ശീലരൂപൗദാര്യഗുണാന്വിതാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാനാഹ നമണിം പ്രതീക്ഷാമോ വയം നൃപ തവാസ്താം ദേവഭക്തസ്യ വയം ച ഫലഭാഗിനഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ സ്യമന്തകോപാഖ്യാനം നാമ ഷട്പഞ്ചാശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നാരായണ. ഓം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. കഴിഞ്ഞ അധ്യായം പ്രദ്യുമ്നോൽപത്തി കഥനമായിരുന്നു. ഭഗവാനും രുക്മിണീദേവിക്കും ആദ്യമായുണ്ടായ പുത്രൻ സാക്ഷാൽ കാമദേവന്റെ പുനർജന്മമായി, ഭഗവാന്റെ അംശമായി അതിസുന്ദരനായ കാമദേവൻ പ്രദ്യുമ്നായി ജനിച്ചതും ശംബരാസുരൻ തട്ടിക്കൊണ്ടുപോയതും പിന്നീട് മത്സ്യം വിഴുങ്ങി ആ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ നിന്ന് മുക്കുവന്മാർ അല്ലെങ്കിൽ ശംബരാസുരൻ്റെ തന്നെ സൂതന്മാർ കണ്ടെടുത്ത് മായാവതിയെ ഏൽപ്പിച്ചതും നാരദൻ വന്ന് മായാവതിയോട് രഹസ്യം പറഞ്ഞു കൊടുത്തതും മായാവതി പ്രദ്യുമ്നോട് കാര്യം പറഞ്ഞതും പ്രദ്യുമ്നന് മായാവിദ്യകളെല്ലാം അഭ്യസിപ്പിച്ചതും പ്രദ്യുമ്നൻ
ശംബരാസുരനെ യുദ്ധത്തിൽ വെല്ലുവിളിച്ച് മായ പ്രയോഗിച്ച ശംബരാസുരനെ മായ കൊണ്ട് തന്നെ ജയിച്ച് അവസാനം ആ ശംബരാസുരനെ ശിരസ് ഛേദം ചെയ്ത് വധിച്ച് വിജയശ്രീ ലളിതനായി മായാവതിയാൽ നയിക്കപ്പെട്ട ആകാശമാർഗത്തിലൂടെ ദ്വാരകയിൽ എത്തിച്ചേർന്നതും ദ്വാരകയിലുള്ള സ്ത്രീകളെല്ലാം കൃഷ്ണനാണോ എന്ന് ആദ്യം ശങ്കിച്ചതും സൂക്ഷ്മദർശനത്തിൽ വ്യത്യാസമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതും രുക്മിണീ ദേവി ഈ യുവാവിനെ കണ്ട് വാത്സല്യത്തോടെ സ്തനങ്ങൾ ചുരക്കുകയും ഇടതുവശം സ്ഫുരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവർ ചിന്തിച്ചു, എൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും, അപ്പോൾ ഇതെൻ്റെ മകനാകണേ എന്നുള്ളൊരു പ്രാർത്ഥന ആ അമ്മയുടെ ഉള്ളിലുണ്ടായി കാണും. ഭഗവാനും വസുദേവരും ദേവകിയും എല്ലാം വന്നു കണ്ടു. ഭഗവാൻ എല്ലാം അറിയാമെങ്കിലും ഒന്നും പറഞ്ഞില്ല. പിന്നീട് നാരദ മഹർഷിയാണ് വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അങ്ങനെ രുക്മിണിയും ഭഗവാനും മറ്റുള്ളവരും എല്ലാവരും സന്തോഷമായിട്ട് ആലിംഗനബദ്ധരായി ആ പ്രദ്യുമ്നനെയും മായാവതിയെയും സ്വീകരിച്ചു. ആ പ്രദ്യുമ്നൻ്റെ മാഹാത്മ്യം, സൗന്ദര്യം എല്ലാം കണ്ട് എല്ലാ സ്ത്രീകളും മനസ്സുകൊണ്ട് ആരാധിച്ചു. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം, മറ്റു സാധാരണക്കാരുടെ കാര്യം പറയണോ എന്ന് ചോദിച്ചുകൊണ്ട് ആ പ്രദ്യുമ്ന ചരിതം അവസാനിപ്പിച്ചു. തൽക്കാലം അവസാനിപ്പിച്ചു 40 ശ്ലോകങ്ങളെ കൊണ്ട്. ഇനിയും പ്രദ്യുമ്ന കഥകൾ പിന്നീട് വരും. അപ്പോൾ ഇനി ഭഗവാന്റെ മറ്റു വിവാഹങ്ങൾ. ഭഗവാൻ 16,008 കന്യകമാരെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ വിസ്തരിക്കുകയാണ്. അപ്പോൾ രുക്മിണിയെ വിവാഹം കഴിച്ചതിന് ശേഷം പ്രദ്യുമ്നൻ നഷ്ടപ്പെട്ട് പ്രദ്യുമ്നൻ തിരിച്ചു വരുന്നതിന് മുമ്പേ തന്നെ ഈ വിവാഹങ്ങളൊക്കെ നടന്നു കാണും. എങ്കിലും അവിടെ പ്രദ്യുമ്നോൽപത്തി സന്ദർഭവശാൽ ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് മറ്റു വിവാഹങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ 56-ാം അധ്യായം നമ്മൾ വായിച്ചത് 2 വിവാഹങ്ങൾ, സത്യഭാമ അതുപോലെ ജാമ്പവതി. ആദ്യം ജാമ്പവതിയുടെ വിവാഹമാണ്, പിന്നെയാണ് സത്യഭാമ. അപ്പോൾ ആ കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് ഓരോ ശ്ലോകങ്ങളായിട്ട് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ षट्पञ्चाशत्तमोऽध्यायः श्रीशुक उवाच सत्राजिदस्वतनयां कृष्णाय कृतकिल्बिषः स्यमन्तकेन मणिना स्वयमुद्यम्य दत्तवान्। श्रीशुक उवाच सत्राजिदः स्वतनयां कृष्णाय कृतकिल्बिषः സ്യമന്തകേന മണിന സ്വയമുദ്യമ്യ ദത്തവാൻ. സുഖബ്രഹ്മർഷി ഭഗവാന്റെ ചരിത്രം തുടരുകയാണ്. സത്രാജിതഃ കൃഷ്ണായ കൃതകിൽബിഷഃ സ്യമന്തകേന മണിന സ്വതനയാം സ്വയം ഉദ്യമ്യ ദത്തവാൻ. ഒരു ഭഗവാൻ സത്യഭാമയെ വിവാഹം കഴിച്ച കാര്യം ഒറ്റ ശ്ലോകത്തിൽ ചുരുക്കി പറഞ്ഞു. ആര്? ശ്രീ സുഖബ്രഹ്മർഷി. രുക്മിണി സ്വയംവരം കഴിഞ്ഞ് അടുത്ത ഭഗവാന്റെ വിവാഹത്തെ ഒരു ശ്ലോകത്തിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു. കഥ കഴിഞ്ഞു, വേണമെങ്കിൽ കഥ കഴിഞ്ഞു. പക്ഷേ നമ്മുടെ പരീക്ഷിത്ത് രാജാവ് അങ്ങനെ തൃപ്തനാവാത്തത് കൊണ്ട് അതിൻ്റെ കൂടുതൽ വിശദ വിവരങ്ങൾ കേൾക്കാനായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വിശദമായിട്ട് ഈ സത്യഭാമ വിവാഹം, ഭഗവാനുമായിട്ടുള്ള വിവാഹം വിസ്തരിച്ച് കേൾക്കാം. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ചുരുക്കമാണ്.
ശ്രീശുക ഉവാച സത്രാജിതഃ സ്വതനയാം കൃഷ്ണായ കൃതകിൽബിഷഃ. ഇവിടെ കൃഷ്ണായ കൃതകിൽബിഷഃ സത്രാജിതഃ, കൃഷ്ണനോട് കിൽബിഷം ചെയ്തവൻ. കിൽബിഷം എന്നാൽ അപരാധം, പാപം എന്നൊക്കെ അർത്ഥം. അപ്പൊ കൃഷ്ണന്റെ നേരെ പാപം ചെയ്ത, അപരാധം ചെയ്തവനായ സത്രാജിത്ത് സ്വതനയാം ദത്തവാൻ. ഇതാണ് തന്റെ പുത്രിയെ കൃഷ്ണനായിക്കൊണ്ട് ദത്തവാൻ, കൃഷ്ണനായിക്കൊണ്ട് കൊടുത്തു. എങ്ങനെ? ശമന്തകേന മണിനാ, ശമന്തകമണിയോടുകൂടെ. ഭഗവാൻ പോയി അപഹരിച്ചുകൊണ്ട് വന്നതാണോ? അല്ല എന്ന് പറയാനാണ് സ്വയം ഉദ്യമ്യ ദത്തവാൻ. സ്വയം ആ സത്രാജിത്ത് തന്നെ സ്വയം ഇനീഷ്യേറ്റ് ചെയ്തിട്ട്, വേറെ ആരുടെയും പ്രഷറൊന്നുമില്ലാതെ, ഒരു പ്രേരണയുമില്ലാതെ സ്വയം ഉദ്യമ്യ, താൻ തന്നെ ഉദ്യമിച്ചുകൊണ്ട്, പ്രയത്നം ചെയ്തുകൊണ്ട് ദത്തവാൻ, ഭഗവാന് കൊണ്ടുപോയി ദാനം ചെയ്തു എന്നാണ്. അപ്പൊ ഇതിൽ കുറച്ച് എന്താ പറയുക, ചോദ്യം ചോദിക്കാനുള്ള കാരണങ്ങൾ സുഖബ്രഹ്മർഷി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ? കൃതകിൽബിഷഃ എന്ന് പറഞ്ഞു. കൃഷ്ണന്റെ നേരെ പാപം ചെയ്തവനായ സത്രാജിത്ത് ശമന്തകമണിയോടുകൂടെ താൻ തന്നെ പ്രയത്നം ചെയ്ത് തൻ്റെ മകളെ കൊണ്ടുവന്ന് ദാനം ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൃതകിൽബിഷഃ എന്ന് വിശേഷിപ്പിച്ചു സത്രാജിത്തിനെ. അതെന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസ ആരാണെങ്കിലും ഉണ്ടാവാം. സത്രാജിത്ത് പാപം ചെയ്തു കൃഷ്ണന്റെ നേരെ, അതും ഒരു യാദവ പ്രമാണിയല്ലേ സത്രാജിത്ത്? കൃഷ്ണനോട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ശത്രുത, എന്തിനാ അദ്ദേഹം പാപം ചെയ്തത് എന്നുള്ള ജിജ്ഞാസ നമ്മുടെ ഉള്ളിൽ ആദ്യമായിട്ട് കേൾക്കുമ്പോഴും തോന്നും. അപ്പൊ ആ പാപം എന്താണ് എന്നുള്ളത് ചോദിക്കും. പിന്നെ എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായത്, ഈ സ്വയം ഉദ്യമ്യ എന്നൊക്കെ എന്താ വിശേഷിച്ച് പറയാൻ കാരണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ ആകാംക്ഷയുണ്ടാവും. ആ ആകാംക്ഷ ജനിപ്പിച്ചുകൊണ്ടാണ് ശ്രീശുക ബ്രഹ്മർഷി കല്യാണത്തിന്റെ കൂട്ടത്തിൽ സമന്തകേന മണിന എന്നും കൂടി പറഞ്ഞു. അപ്പൊ എന്താ ഈ സമന്തക മണി, അതിന്റെ പ്രത്യേകത എന്താണ്, എന്തിനാണ് അതും കൂടി കൊണ്ട് കൊടുത്തത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളും കൂടി അതിന്റെ പുറകെ വരും. അപ്പൊ ചോദ്യങ്ങളെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഗുരുക്കന്മാര് ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കുക. ശ്രോതാവിന്റെ അല്ലെങ്കിൽ ശിഷ്യന്റെ ഉള്ളിൽ ആകാംക്ഷ ജനിപ്പിക്കുക, ശുശ്രൂഷ ജനിപ്പിക്കുക, ജിജ്ഞാസ ജനിപ്പിക്കുക. അത് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉപനിഷത്തുക്കളിലും ഒക്കെ രീതിയാണ്. അങ്ങനെ ഒരു ശ്രദ്ധയുള്ളവരാണെങ്കിൽ ജിജ്ഞാസ വരും. അല്ല മന്ദബുദ്ധികളാണ്, ഒരു താല്പര്യമില്ലാത്തവരാണെങ്കിലോ ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു അല്ലേ? ഗുരുവോ ആചാര്യനോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. അതാണ് അല്ലേ, ചില പ്രഭാഷണങ്ങൾക്കൊക്കെ പോയാൽ ഞങ്ങൾക്കത് അനുഭവമാകും. വേറെന്തെങ്കിലും പരിപാടിയോടനുബന്ധിച്ച് ഒരു ആധ്യാത്മിക പ്രഭാഷണം വെച്ച് കഴിഞ്ഞാൽ അവർ വന്നിരിക്കുന്നത് ആ പരിപാടി കാണാനാണ്, ആധ്യാത്മിക പ്രഭാഷണം കേൾക്കാനല്ല. നമ്മളൊന്ന് എണീച്ചു പോയിട്ട് വേണം അടുത്ത പരിപാടി അവർക്ക് കാണാൻ. അടുത്തത് വല്ല കുട്ടികളുടെ ഡാൻസോ സംഗീതമോ ഭജനയോ മറ്റേതെങ്കിലും സിനിമാ സ്റ്റാറുകൾ വരുന്ന വല്ല പരിപാടികളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതിൻ്റെ ഇടയിൽ പുട്ടിൻ്റെ ഇടയിൽ തേങ്ങ എന്ന് പറഞ്ഞ പോലെ എന്താ പറയുക, ഇതിൻ്റെ സംഘാടകന്മാർക്ക്, ക്ഷേത്ര കമ്മിറ്റിക്കാർക്ക് ഒരു കുറ്റബോധം. എന്തെങ്കിലും ഒരു ആധ്യാത്മിക പരിപാടി നടത്തിയില്ലെങ്കിൽ മോശമല്ലേ, ഇത്രയൊക്കെ കാശ് ചിലവാക്കി ഒരു ഉത്സവമൊക്കെ നടത്തുമ്പോൾ. അപ്പോൾ ഇരിക്കട്ടെ ഒരു ആചാര്യൻ, ഏറ്റവും ചിലവ് കുറഞ്ഞ പരിപാടിയുമാണ്, സ്റ്റേജും മൈക്കും എല്ലാ സംഗതികളും ആൾക്കാരും ഒക്കെ നേരത്തെ തന്നെ ഉള്ളതുകൊണ്ട് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ആചാര്യന്മാർക്ക് എന്തെങ്കിലും ദക്ഷിണ കൊടുത്താൽ മതി. അപ്പം പിന്നെ കിടക്കട്ടെ അതിൻ്റെ ഇടയിൽ കൂടെ എന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. നമുക്ക് അവിടെ ചെന്നാൽ തന്നെ ഈ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് കണ്ണിൽ നോക്കിയാൽ, അവരുടെ മുഖത്ത് നോക്കിയാൽ ഫീൽ ചെയ്യും. അവർ വന്നിരിക്കുന്നത് വേറെന്തോ പരിപാടിക്കാണ്. അടുത്ത പരിപാടി എന്താ നോട്ടീസിൽ നോക്കിയാൽ നമുക്ക് വ്യക്തമാവും.
അപ്പോൾ അവിടെ എന്താ ഔചിത്യബോധം നമ്മൾ കാണിക്കേണ്ടത്? എന്തെങ്കിലും ചില സംഗതികൾ അവരുടെ ഉള്ളിൽ ജിജ്ഞാസ ജനിപ്പിക്കുന്നത് മാതിരി പറയുക, എന്നിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുക. അല്ലാതെ അങ്ങോട്ട് കുറേ ഉപദേശങ്ങളോ കുറേ അടിച്ചേൽപ്പിക്കുകൾ, നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ കുറേ വേദാന്ത തത്വങ്ങൾ ഒന്നും പറഞ്ഞിട്ടൊരു ബലിക്കാൻ പോകുന്നില്ല. അവർക്ക് ബോറടിക്കും. അപ്പോൾ എന്തെങ്കിലും ചില ജിജ്ഞാസ ജനിപ്പിക്കുന്ന ചില ക്ലൂകൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ അവരുടെ മുഖം വികസിക്കുന്നുണ്ടോ, കണ്ണ് ഷാർപ്പാവുന്നുണ്ടോ, കാത് കൂർപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാൽ താല്പര്യമുണ്ട്, കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് തോന്നിയാൽ കുറച്ചുകൂടെ നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ കുറച്ചുകൂടി അവരുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലോകത്തുണ്ട്, ഇതൊക്കെ അറിയേണ്ടതാണ് എന്നുള്ളൊരു ജിജ്ഞാസ ജനിപ്പിച്ച് നമ്മൾ അവിടെ നിന്ന് സ്ഥലം വിടുക. അതാണ് ഉത്തമം. അധിക നേരം ഇരുത്തി അവരുടെ ഉള്ളിൽ ആങ്സൈറ്റി വരും. അയ്യോ, ഇതെന്താ വന്നിരിക്കുന്ന സ്വാമി നമ്മളെ വധിച്ചുകൊണ്ടിരിക്കുന്നത്, കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളെ കാണാനല്ല, ഞങ്ങൾ വന്നിരിക്കുന്ന അടുത്ത പരിപാടി കാണാനാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ വഴിയിൽ നിന്നൊന്ന് മാറിത്തരുമോ എന്ന മാതിരിയൊക്കെ അവർ അസ്വസ്ഥരായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കലും എഴുന്നേറ്റ് നടക്കലും മൊബൈലിൽ സംസാരിക്കലും ഒക്കെ തുടങ്ങും. അതൊക്കെ കണ്ടാൽ നമ്മളവിടെ നിൽക്കരുത്, വേഗം സ്ഥലം വിടുക. ദക്ഷിണ കിട്ടിയാലും ഇല്ലെങ്കിലും അതാണ് നല്ലത്. ഇപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഈ ഓൺലൈനിൽ വരുന്നത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇവിടെ പറയാൻ നല്ല സുഖമാണ് നമുക്ക്. ഈ കേൾക്കുന്ന നിങ്ങളൊക്കെ തന്നെ സ്വയം താല്പര്യപൂർവ്വം കാത്തിരുന്ന് കേൾക്കുന്നവരാണ്. ഇതിലാരെങ്കിലും യാദൃച്ഛികമായിട്ട് വരും. ചിലപ്പോൾ ഫേസ്ബുക്ക് തുറന്നപ്പോൾ ലൈവ് കണ്ടു, ഒന്ന് എത്തി നോക്കാം എന്ന് പറഞ്ഞ് ചിലരൊക്കെ എത്തി നോക്കും. അവർ ആ വന്ന പോലെ തന്നെ പോവുകയും ചെയ്യും. അവരെ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഒരു തടസ്സമില്ല പോകാൻ, അല്ലേ? ഇഷ്ടമുണ്ടെങ്കിൽ ഇരുന്നാൽ മതി, ഇല്ലെങ്കിൽ പോകാം. അവരെ നിർബന്ധിച്ചിരുത്തുന്നില്ല നമ്മൾ. അപ്പോൾ ഉള്ളവർ ശ്രദ്ധയുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പേരുകൾ ഇവിടെ സ്ഥിരമായിട്ട് കാണുന്നത് കൊണ്ട് നല്ല പരിചയവുമായി. നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും പലരെയും നമുക്കിപ്പോൾ നല്ല പരിചയമായി. അപ്പോൾ അവർ കാത്തിരുന്ന് കാണുന്നവരാണ്, ശ്രദ്ധയോടെ കേൾക്കുന്നവരാണ്. മിസ്സായാൽ അവർക്ക് വിഷമമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. അപ്പം അങ്ങനെയുള്ള ശ്രോതാക്കൾ മുമ്പിലിരിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അതുതന്നെ വലിയൊരു പ്രേരണയാണ്, നമുക്ക് പ്രചോദനമാണ്. അപ്പോൾ നിങ്ങളെ ഏവരെയും ഈ എന്താ പറയുക പരീക്ഷിത്തായി കണ്ടുകൊണ്ട് നമസ്കരിക്കുന്നു എന്ന് പറയാം. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് മുമ്പിൽ നമസ്കാരം. അതാണ് നമ്മളെ ഈ ക്ലാസ്സുകൾ തുടർന്ന് നടത്താനുള്ള പ്രേരണ. എത്ര നടത്തിയാലും ഒരു ബോറടിയും ഇല്ല. എനിക്കും ഇല്ല, നിങ്ങൾക്കും ഇല്ല, അല്ലേ? കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞത് ഒരു ഔചിത്യബോധം എന്നുള്ളത് എല്ലാവർക്കും എവിടെ പോയാലും വേണം. നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത്, എന്തിനാണ് വന്നിരിക്കുന്നത്, ഇവിടെ മറ്റുള്ളവരൊക്കെ എന്തിനു വന്നിരിക്കുന്നു, അവരെ ഞാൻ ഏതൊക്കെ രീതിയിൽ എനിക്ക് സന്തോഷിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ മുഷിപ്പിക്കാതിരിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് വേണം എവിടെയും പ്രവേശിക്കാൻ, എവിടെയും ഇരിക്കാൻ, എവിടെയും നമ്മുടെ വ്യവഹാരം നടത്താൻ. അപ്പോൾ എവിടെ പോയാലും നമുക്ക് സ്വീകാര്യത ഉണ്ടാവും. കാരണം അവർക്കറിയാം നമ്മുടെ സ്വഭാവം. സ്വാമിജി അധികം നമ്മളെ വിഷമിപ്പിക്കില്ല, ബുദ്ധിമുട്ടിക്കില്ല, കാര്യം പറഞ്ഞ് സ്ഥലം വിടും എന്നെല്ലാവർക്കും അറിഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തോടുകൂടി ഇരിക്കാം, അല്ലേ? അതുപോലെ എല്ലാവർക്കും വേണം എവിടെ പോയാലും. ഇപ്പോൾ ഒരു പ്രഭാഷണമോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, ജീവിതത്തിൽ നമ്മൾ ഏത് വ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോഴും അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ റോൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് മാത്രം ചെയ്ത് അവിടുന്ന് സ്ഥലം വിടുക, അധികപ്പറ്റാവാതിരിക്കുക.
ഓക്കെ, ഇത് നിങ്ങളെ കൂടി പഠിപ്പിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു ബോധം നമുക്ക് വേണം, ഔചിത്യബോധം. ഹൗ ടു എന്താ പറയുക, കണ്ടക്ട് അപ്രോപ്രിയേറ്റ്ലി. ഓരോ സ്ഥലത്തും ഏത് രീതിയിൽ പെരുമാറണം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള സാധ്യത ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ശുഗബ്രഹ്മർഷി പരീക്ഷത്തിനോട് ഈ വിഷയം അവതരിപ്പിച്ചത്. ഒരു കല്യാണ കാര്യം പറഞ്ഞു. ഭഗവാൻ സത്യഭാമയെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നതിന് പകരം അതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചു. കൃഷ്ണന്റെ നേരെ പാപം ചെയ്തവനായ സത്രാജിത്ത് തന്റെ പുത്രിയെ ശമന്തകമണിയോടുകൂടെ സ്വയം ഉദ്യമിച്ച് ദാനം ചെയ്തു. അപ്പോൾ സംശയങ്ങൾക്ക് അവസരം കൊടുത്തു. ഇവിടെ സത്രാജിത എന്നുള്ളത് അകാരാന്ത പുല്ലിംഗ ശബ്ദമായിട്ട് സത്രാജിത എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയും ആവാം. ചില സ്ഥലങ്ങളിൽ സത്രാജിത്ത് എന്നുള്ള തകാരാന്ത ശബ്ദം. അപ്പോൾ തകാരാന്ത ശബ്ദത്തിൽ സത്രാജിത എന്ന് പ്രയോഗിച്ചാലോ അത് പ്രഥമയിൽ ബഹുവചനമാകും, പഞ്ചമി ഷഷ്ടി ഏകവചനങ്ങളും ആകും. ആ അർത്ഥത്തിലും ചില സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുണ്ട്. നമ്മൾ സംസ്കൃത വ്യാകരണത്തിൻ്റെ വിഭക്തികൾ ബേസിക്സ് അറിയുന്നവർക്ക് വേണ്ടി പറയുകയാണ്. സത്രാജിത്ത് എന്ന ശബ്ദമാകുമ്പോൾ സത്രാജിത്ത് എന്ന് തന്നെ പറയും. അതിൻ്റെ ഷഷ്ടിയും പഞ്ചമിയൊക്കെയാണ് സത്രാജിത എന്ന് വരിക. ഇവിടെ സത്രാജിത എന്നുള്ളത് പ്രഥമ ഏകവചനമായിട്ട് തന്നെയാണ്. കൃതകിൽബിഷ എന്ന് ഉള്ള വിശേഷണത്തോടുകൂടി വിശേഷ്യമായി സത്രാജിത എന്ന പേര് ഓർമ്മിക്കുക. ജസ്റ്റ് ഒരു ഗ്രാമർ നിയമങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. അപ്പം എന്തായാലും സത്യഭാമയുടെ വിവാഹത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇത് കേട്ട രാജാവ് പരീക്ഷിത്ത് തിരിച്ചു ചോദിക്കുന്നു. രാജോവാച സത്രാജിത കിമകരോത് ബ്രഹ്മൻ കൃഷ്ണായ കിൽബിഷം സ്യമന്തക കുതസ്തസ്യ കസ്മാദ് ദത്താ സുതാ ഹരേഃ. രാജോവാച സത്രാജിത കിമകരോത് ബ്രഹ്മൻ കൃഷ്ണായ കിൽബിഷം സ്യമന്തക കുതസ്തസ്യ കസ്മാദ് ദത്താ സുതാ ഹരേഃ. ഹേ ബ്രഹ്മൻ, പരീക്ഷിത് രാജാവ് ശ്രീശുക ബ്രഹ്മർഷിയെ സംബോധന ചെയ്യണം. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അല്ലെങ്കിൽ സർവജ്ഞ, ബ്രഹ്മജ്ഞാനിയായിട്ടുള്ളവനെ. സത്രാജിത കൃഷ്ണായ കിം കിൽബിഷം അകരോത്. അവിടെയും സത്രാജിത അകാരാന്ത പുല്ലിംഗം തന്നെയാണ്. അപ്പൊ സത്രാജിതൻ കൃഷ്ണായ, കൃഷ്ണനോടായിക്കൊണ്ട് കിം കിൽബിഷം അകരോത്, എന്ത് അപരാധമാണ് ചെയ്തത്, എന്ത് ദോഷമാണ് ചെയ്തത്, എന്ത് പാപമാണ് ചെയ്തത്. കിം കിൽബിഷം അകരോത്. തസ്യ സമന്തകഃ കുതഃ. ഈ സത്രാജിത്തിന് തസ്യ അവന് സമന്തകഃ കുതഃ, സമന്തകം എവിടുന്ന് കിട്ടി? ഈ സമന്തകം എല്ലാവരുടെ കയ്യിലും കിട്ടുന്ന സാധനമല്ലല്ലോ, റയറായിട്ടുള്ളൊരു സാധനമാണല്ലോ. അത് എവിടുന്ന് കിട്ടി? ഹരേഹേ സുതാ കസ്മാത് ദത്ത. ഹരിക്കായിക്കൊണ്ട്, കൃഷ്ണനായിക്കൊണ്ട്, സുത തന്റെ പുത്രിയെ കസ്മാത് ദത്ത, എന്തിനായിക്കൊണ്ട് ദാനം ചെയ്തു? എന്താ അദ്ദേഹത്തിന് തന്റെ പുത്രിയെ കൃഷ്ണന് കൊടുക്കാനുള്ള കാരണം, കൊടുക്കാൻ തോന്നാനുള്ള കാരണം, എന്ത് കാരണമാണ്? ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചു. അതിന് മറുപടിയായിട്ടാണ് ഇനി ശ്രീ ശുകബ്രഹ്മർഷി ഈ കഥകളെല്ലാം പറയുന്നത്. അപ്പൊ എന്തൊക്കെ ചോദ്യം? സത്രാജിത്ത് എന്ത് അപരാധമാണ് ഭഗവാനോട് ചെയ്തത്? ഈ സമന്തകമണി എവിടുന്ന് കിട്ടി സത്രാജിത്തിന്? എന്തുകൊണ്ടാണ് അദ്ദേഹം മകളെ കൃഷ്ണന് കൊടുത്തത്? 3 ചോദ്യങ്ങളാണ്. 3നും ഉത്തരമായിട്ട് വിശദമായിട്ട് കഥ പറയുന്നു. ശ്രീ ശുക ഉവാച
ആസീത് സത്രാജിതഃ സൂര്യോ ഭക്തസ്യ പരമഃ സഖാ പ്രീതസ്തസ്മൈ മണിം പ്രാദാത് സൂര്യസ്തുഷ്ടഃ സ്യമന്തകം. ശ്രീശുക ഉവാച ആസീത് സത്രാജിതഃ സൂര്യോ ഭക്തസ്യ പരമഃ സഖാ പ്രീതസ്തസ്മൈ മണിം പ്രാദാത് സൂര്യസ്തുഷ്ടഃ സ്യമന്തകം. ഭക്തസ്യ സത്രാജിതഃ സൂര്യഃ പരമഃ സഖാ ആസീത്. അപ്പൊ ഇവിടെ സത്രാജിതഃ എന്നുള്ള പ്രയോഗം പ്രഥമയിലല്ല, ഷഷ്ടിയിലാണ്. അപ്പൊ സത്രാജിത്ത് എന്നുള്ള തകാരാന്ത നാമമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഭക്തസ്യ സത്രാജിതഃ. സത്രാജിതഃ എന്നുള്ളതിന്റെ വിശേഷണമാണ് ഭക്തസ്യ. ഭക്തസ്യ എന്ന് പറഞ്ഞാൽ ഭക്തന് എന്നാണ് അർത്ഥം. അപ്പൊ ഭക്തനായ സത്രാജിത്തിന്. അപ്പൊ സത്രാജിത്തിന് എന്ന് പറയുമ്പോൾ ഷഷ്ടിയാണ്. അപ്പൊ ഭക്തസ്യ സത്രാജിതഃ സൂര്യഃ പരമഃ സഖാസീത്. സൂര്യൻ പരമനായ സഖാവായിരുന്നു, വളരെ പ്രീതനായ, പൂജ്യനായ, ഇഷ്ടനായിരുന്നു എന്നർത്ഥം. അപ്പൊ ഭക്തനായ സത്രാജിത്തിന്. അപ്പൊ ആരുടെ ഭക്തനായ സത്രാജിത്തിന് എന്ന് വ്യക്തം. സൂര്യൻ സഖാവായിരുന്നു എന്ന് പറയുമ്പോൾ സൂര്യന്റെ ഭക്തനായിരുന്നു എന്നർത്ഥം. ആ ഭക്തി മൂത്ത് അല്ലെ, സൂര്യൻ തന്നെ സ്വയം സത്രാജിത്തിന്റെ സഖാവായി തീർന്നു. മഹാദേവൻ ബാണാസുരന്റെ സഖാവായി തീർന്നില്ലേ? അത് വരാൻ പോണ്ടല്ലോ. ബാണാസുരൻ മഹാദേവനെ ഭജിച്ച് സേവിച്ച് അധികം പ്രീതി ഉണ്ടായപ്പോൾ മഹാദേവൻ തന്നെ സ്വയം ബാണാസുരന്റെ കാവൽക്കാരനായി മാറി. ശോണിതപുരത്തിന്റെ രക്ഷാ ചുമതല മൊത്തം രുദ്ര ഭഗവാന്റെ കമ്പനി ഏറ്റെടുത്തു. അല്ലേ, ചില സെക്യൂരിറ്റികൾക്ക് വേണ്ടി ചില കമ്പനികൾക്ക് കൊട്ടേഷൻ കൊടുക്കും, കോൺട്രാക്ട് കൊടുക്കും. അതുപോലെ ബാണാസുരന്റെ ശോണിതപുരത്തിന്റെ മുഴുവൻ സെക്യൂരിറ്റിയും ഭഗവാൻ മഹാദേവൻ ഏറ്റെടുക്കും. അതെന്തുകൊണ്ട്? അധിക പ്രീതി കൊണ്ട്. അപ്പം അതുപോലെ ഇവിടെയും സൂര്യനെ ഭജിച്ച് ഭക്തനായിരുന്ന സത്രാജിത്തിന് സൂര്യൻ വളരെ പ്രിയപ്പെട്ട ഒരു സഖാവായിരുന്നു. പരമഃ സഖാ ആസീത്. പ്രീതഃ തുഷ്ടഃ സൂര്യഃ തസ്മൈ സ്യമന്തകം മണിം പ്രാദാത്. പ്രീതഃ തുഷ്ടഃ സൂര്യഃ. ഈ സത്രാജിത്തിന്റെ നേരെ അധികം പ്രീതിയുള്ളവൻ, പ്രേമമുള്ളവൻ, വാത്സല്യമുള്ളവനായിട്ടും തുഷ്ടഃ സന്തോഷിച്ചവനായിട്ടും, സത്രാജിത്തിന്റെ തപസ്സിലും ശ്രദ്ധയിലുമൊക്കെ സന്തോഷിച്ചവനായിട്ടും തസ്മൈ സ്യമന്തകം മണിം പ്രാദാത്. അവനായിക്കൊണ്ട് സ്യമന്തകമണിയെ പ്രദാനം ചെയ്തു. സത്രാജിത്തിന് സൂര്യഭഗവാൻ സ്യമന്തകമണിയെ പ്രദാനം ചെയ്തു. അപ്പൊ സത്രാജിത്ത് ഒരു യാദവ പ്രമുഖനാണ്. അദ്ദേഹത്തിന് തൻ്റെ അടുത്ത് ഉള്ള മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. സാക്ഷാൽ ദേവദേവോത്തമനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ ഉണ്ട്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ആ കൃഷ്ണനെ ഭജിക്കാൻ തോന്നില്ല. കൃഷ്ണനോട് പുച്ഛമാണ്. അന്യദേവതകളെ ഉപാസിക്കുന്നതിൽ നല്ല ശ്രദ്ധയാണ്. അപ്പൊ സൂര്യഭഗവാനെ ഉപാസിക്കുന്നതിൽ നല്ല ശ്രദ്ധയാണ്. സൂര്യഭഗവാനും ഭഗവാനായിരിക്കുന്ന അല്ലേ, സൂര്യന്റെ തേജസ് ആരുടെ തേജസ്സാണോ? യദാദിത്യഗതം തേജഃ ജഗദ്ഭാസയദേഖിലം യച്ചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധി മാമകം എന്ന് ഗീതയിലൂടെ ഭഗവാൻ വെളിവാക്കുന്നുണ്ട്. അല്ലേ, യദാദിത്യഗതം തേജഃ. ഏതാണോ ആദിത്യനിലുള്ള തേജസ് അത് എന്റേതാകുന്നു എന്ന് മനസ്സിലാക്കുക. ഞാൻ കൊടുത്ത തേജസ്സേ ആദിത്യനിലുള്ളൂ. ആദിത്യൻ എന്റെ തേജസ്സിനെ റിഫ്ലക്റ്റ് ചെയ്യാണ്. സ്വയം പ്രകാശമില്ല. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ബാന്ധമനുഭാതി സർവം തസ്യ ഭാസാ സർവമിതം വിഭാതി. അങ്ങനെ സ്വയം പ്രകാശസ്വരൂപനായ ഭഗവാൻ, സൂര്യന്മാർക്കും കോടി സൂര്യ സമപ്രഭനായിരിക്കുന്ന ഭഗവാൻ ദ്വാരകയിലിരിക്കെ ആ ഭഗവാനെ ഭജിക്കാതെ ഭഗവാനെ അവമതിച്ചുകൊണ്ട്
സൂര്യനെ ഉപാസിക്കുന്നു, സൂര്യനോട് നല്ല ഭക്തിയുണ്ട്. ആയിക്കോട്ടെ, നല്ലത് തന്നെ. പക്ഷെ ഭഗവാനെ നിന്ദിക്കാതിരിക്കാം. പക്ഷേ നോക്കാം. അപ്പം ഇതൊക്കെ സൂചനയായിട്ട് എടുക്കാമെന്ന് പറയാം. എങ്ങനെ സൂര്യൻ്റെ പ്രിയഭക്തനായിരുന്ന സത്രാജിത്തിന് സൂര്യൻ പ്രീതനായി സമന്തകമണിയെ നൽകി. സതം ബിഭ്രന്മണിം കണ്ഠേ ഭ്രാജമാനോ യഥാ രവിഃ പ്രവിഷ്ടോ ദ്വാരകാം രാജന് തേജസാ നോപലക്ഷിതഃ. സതം ബിഭ്രന്മണിം കണ്ഠേ ഭ്രാജമാനോ യഥാ രവിഃ പ്രവിഷ്ടോ ദ്വാരകാം രാജന് തേജസാ നോപലക്ഷിതഃ. സഹ എന്ന് പറഞ്ഞാൽ ഇവിടെ മുമ്പ് പറഞ്ഞ കഥാപാത്രം സത്രാജിത്ത്. അപ്പോൾ സഹ സത്രാജിത്ത് തമ്മണിം കണ്ടേ ബിഭ്രന്, ആ മണിയെ സമന്തകമണിയെ കണ്ടേ കഴുത്തിൽ ബിഭ്രന് ധരിച്ചുകൊണ്ട്, കണ്ടത്തിൽ ധരിച്ചുകൊണ്ട് യഥാ രവിഹി ഭ്രാജമാനഃ, രവിഹി യഥാ ഭ്രാജമാനഃ, സൂര്യനെ പോലെ പ്രകാശിക്കുന്നവനായിക്കൊണ്ട്. ആ മണി കണ്ടത്തിലുള്ളത് സൂര്യനെ പോലെ പ്രകാശിക്കുന്നുണ്ട്. അങ്ങനെ സത്രാജിത്തും നല്ല പ്രകാശമുള്ളവനായിക്കൊണ്ട്, ഹേ രാജൻ, അല്ലയോ പരീക്ഷിത്തെ, തേജസാ ന ഉപലക്ഷിതഃ ദ്വാരകാം പ്രവിഷ്ടഃ. അപ്പോൾ സത്രാജിത്ത് ദ്വാരകാം പ്രവിഷ്ടഃ, ദ്വാരകയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ തപസ് കഴിഞ്ഞ് ഈ മണി കിട്ടിയപ്പോൾ കണ്ടത്തിൽ കെട്ടിക്കൊണ്ട് ദ്വാരകയിലേക്ക് വരികയാണ്. അവന്റെ കണ്ടത്തിലെ മണിയുടെ തേജസ് കൊണ്ട് ന ഉപലക്ഷിതഃ, ന ഉപലക്ഷിതഃ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല, ആളെ കാണുന്നില്ല. കാരണം ഈ പ്രകാശം മറച്ചിട്ട് അല്ലേ, നമ്മൾ അധിക പ്രകാശമായാൽ നമ്മളെ കണ്ണിന് കാണാൻ പ്രയാസമാണ്. സൂര്യൻ്റെ നേരെ നോക്കിയാൽ നമുക്ക് കണ്ണ് കാണില്ല. നല്ല ശക്തിയേറിയ വെളിച്ചം കണ്ണിലേക്ക് അടിച്ചാൽ ചുറ്റുപാടുള്ളതൊന്നും കാണില്ല. രാത്രിയിൽ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് അടിച്ചാൽ നമ്മൾ ബ്ലൈൻഡ് ആവും. അപ്പം അതുപോലെ ഇവിടെ ആ സത്രാജിത്തിന്റെ കണ്ടത്തിലെ മണിയുടെ പ്രകാശം കൊണ്ട് സത്രാജിത്തിനെ ആരും കാണുന്നില്ല. ആ മണിയുടെ പ്രകാശം മാത്രം കാണുന്നു. അപ്പൊ സൂര്യൻ വരുന്നത് പോലെ തന്നെ തോന്നുന്നു. അതാണ് ഇവിടെ പറയുന്നത്. സതം ബിഭ്രന്മണിം കണ്ടേ ഭ്രാജമാനോ യഥാ രവിഃ പ്രവിഷ്ടോ ദ്വാരകാം രാജൻ തേജസാ നോപലക്ഷിതഃ. തം വിലോക്യ ജനാ ദൂരാത് തേജസാ മുഷ്ടദൃഷ്ടയഃ ദിവ്യത്തെ അക്ഷൈർഭഗവതേ ശശംസു സൂര്യസംഗീതാഃ. തം വിലോക്യ ജനാ ദൂരാത് തേജസാ മുഷ്ടദൃഷ്ടയഃ ദിവ്യത്തെ അക്ഷൈർഭഗവതേ ശശംസു സൂര്യസംഗീതാഃ. തേജസാ മുഷ്ടദൃഷ്ടയഃ ജനാഃ, ഈ തേജസ് കൊണ്ട് മോഷ്ടിക്കപ്പെട്ട കണ്ണുകൾ, ദൃഷ്ടി എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടവരായിട്ട്, കാണാൻ കഴിയാത്തവരായിട്ടുള്ള ജനങ്ങൾ, ദൂരാത് തം വിലോക്യ, വളരെ ദൂരത്തുനിന്ന് വരുന്ന അവനെ കണ്ടിട്ട്, സൂര്യസംഗീതാഹ, സൂര്യനാണെന്നുള്ള ശങ്കയോടുകൂടിയവരായിട്ട്, സൂര്യൻ തന്നെ എന്നുള്ള ശങ്കയോടുകൂടെ, അക്ഷൈഹി ദിവ്യതേ ഭഗവതേ ശശംസുഹു, അക്ഷൈഹി ദിവ്യതേ ഭഗവതേ, ഭഗവതേ ഭഗവാനോടായിക്കൊണ്ട്, ഭഗവാനായിക്കൊണ്ട്, ശശംസു ശംസിച്ചു, അറിയിച്ചു എന്നർത്ഥം. അപ്പൊ എന്ത് ചെയ്യായിരുന്നു ഭഗവാൻ അവിടെ? അക്ഷൈഹി ദിവ്യത, അക്ഷങ്ങളെ കൊണ്ട് കളിക്കുക, ദിവ്യത ക്രീഡതേ എന്നർത്ഥം. ദിവധാതുവിന് ക്രീഡ എന്നും അർത്ഥം. അപ്പൊ ദേവശബ്ദത്തിന് ക്രീഡിക്കുന്നവൻ എന്നും അർത്ഥം. അവതാരങ്ങളെടുത്ത് ക്രീഡിക്കുന്നവൻ, സൃഷ്ടിസ്ഥിതി സംഹാര ലീലകളെ കൊണ്ട് ക്രീഡിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമാണ് ദേവശബ്ദത്തിന് പലപ്പോഴും. ഇപ്പൊ ദിവ്യത്തെ കളിക്കുന്നവൻ എങ്ങനെ? അക്ഷൈഹി, ഈ ചതുരംഗം, അക്ഷങ്ങൾ, ചൂതുകളി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചതുരംഗ കരുക്കൾ കൊണ്ട്, കരുക്കളെയാണ് അക്ഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ കരുക്കളെ കൊണ്ട് കളിക്കുന്നവനായ, അപ്പൊ ഉദ്ധവനായിട്ടോ മറ്റുമാണ് ഭഗവാൻ ചൂതുകളി ഇത് കളിച്ചുകൊണ്ടിരിക്കുക, ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നേരം പോക്കായി കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭഗവാനോടായിക്കൊണ്ട് ജനങ്ങൾ അരികത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഭഗവാനെ ആദ്യം അവർ സംബോധന ചെയ്യുന്നതാണ് ഒരു ശ്ലോകം, അനേക പേരുകൾ കൊണ്ട് നമസ്കാരം ചെയ്യുന്നു. നാരായണ നമസ്തേസ്തു ശംഖചക്രഗദാധര ദാമോദര അരവിന്ദാക്ഷ ഗോവിന്ദായദുനന്ദന. നാരായണ നമസ്തേസ്തു ശംഖചക്രഗദാധര
ദാമോദരാരവിന്ദാക്ഷ ഗോവിന്ദ യദുനന്ദന. എന്തായാലും ജനങ്ങൾക്ക് സത്രാജിത്തിനെ പോലെയുള്ള അഹങ്കാരമില്ല. ഈ ഇരിക്കുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെ എന്നവർക്കൊക്കെ ആ അറിവുണ്ട്. അതുകൊണ്ട് അവർ ഭഗവാനെ എന്ത് ചെയ്യണു? ഹേ നാരായണ തേ നമസ്തേ, തേ നമഃ അസ്തു. അല്ലയോ നാരായണ, അങ്ങേക്ക് നമസ്കാരം. അല്ലേ? നാരായണനാരാണ്? നാരത്തിൽ അയനമായിരിക്കുന്നവൻ, കാരണജലത്തിൽ ശയിക്കുന്നവൻ, ആദിനാരായണൻ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ മൂലകാരണൻ, പരമാധാരസ്വരൂപൻ. അല്ലയോ നാരായണ, നാരായണനാണെന്ന് കൃഷ്ണനെ അറിയുന്നവരാണ് ഈ ജനങ്ങൾ. ശംഖചക്ര ഗദാധരാം, ശംഖം ചക്രം ഗദ മുതലായത് ധരിച്ചിരിക്കുന്ന വിഷ്ണുവും അങ്ങ് തന്നെ. ദാമോദര, അങ്ങ് ദാമോദരനാകുന്നു, ഉദരത്തിൽ ദാമത്തെ ബന്ധിച്ചവനാകുന്നു. അരവിന്ദാക്ഷ, ഇപ്പതാ കൃഷ്ണനായിട്ട് സുന്ദരനായി താമരക്കണ്ണനായിരിക്കുന്നു. ഗോവിന്ദ, ഗോകുലത്തെ പരിപാലിക്കുന്നവനാകുന്നു. യദുനന്ദന, യാദവന്മാരുടെ വംശത്തെ ആനന്ദിപ്പിക്കുന്നവനാകുന്നു. അങ്ങനെയുള്ള തേ നമഃ, എല്ലാം സംബോധനകളാണ്. നാരായണ തേ നമഃ, ശംഖചക്ര ഗദാധര തേ നമഃ, ദാമോദര തേ നമഃ, അരവിന്ദാക്ഷ തേ നമഃ, ഗോവിന്ദ തേ നമഃ, യദുനന്ദന തേ നമഃ. അങ്ങനെ ഭഗവാനെ സംബോധന ചെയ്തിട്ട് പിന്നീട് പറയുന്നു, ഏഷ ആയാതി സവിത ത്വാം ദിദൃക്ഷുർജകൽപതേ മുഷ്ണൻ ഗഭസ്തി ചക്രേണ നൃണാം ചക്ഷൂംഷി തിഗ്മഗുഃ. ഏഷ ആയാതി സവിത ത്വാം ദിദൃക്ഷുർജഗത്പതേ മുഷ്ണൻ ഗഭസ്തി ചക്രേണ നൃണാം ചക്ഷൂംഷി തിഗ്മഗുഃ. ഹേ ജഗൽപതേ, വീണ്ടും ഒരു സംബോധന. അല്ലയോ ജഗത്തിന്റെ മുഴുവൻ രക്ഷകനായിരിക്കുന്നവനെ, നാഥനായിരിക്കുന്നവനെ, ലോകരക്ഷക, അങ്ങ് ലോകരക്ഷകനാണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. ഈ ദ്വാരകയിലെ ഐശ്വര്യം, ഇവിടെ എല്ലാ ദേവന്മാരുടെയും വിഭൂതികൾ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം കണ്ട് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് അങ്ങ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അതുകൊണ്ട് ജഗൽപതേ ത്വാം ദിദൃക്ഷുഃ, അങ്ങയെ ദർശിക്കുവാൻ ഇച്ഛിക്കുന്നവൻ. ദിദൃക്ഷു ദ്രഷ്ടും ഇച്ഛു, കാണാൻ ആഗ്രഹിക്കുന്നവൻ. അപ്പൊ അങ്ങയെ മുഖം കാണിക്കാൻ, അങ്ങയെ ദർശിക്കുവാനായിക്കൊണ്ട് തിഗ്മഗുഃ ഏഷഃ സവിത ഗഭസ്തി ചക്രേണ നൃണാം ചക്ഷൂംഷി മുഷ്ണന് ആയാതി. അപ്പോ ഏഷഃ സവിത ആയാതി, ഈ സൂര്യനിതാ വരുന്നു. ഇതാണ് വിഷയം. അപ്പൊ ദേവദേവനായ ജഗന്നാഥനായ അങ്ങയെ ദർശിക്കാൻ ഒരു ദേവന്മാരുടെ ഇടയിൽ ഒരു ദേവനായിരിക്കുന്ന, അങ്ങയുടെ കിങ്കരനായിരിക്കുന്ന ദേവദേവൻ, ജഗത്പതിയായിരിക്കുന്ന അങ്ങയുടെ, അല്ലേ, അങ്ങ് പറഞ്ഞാൽ അനുസരിക്കുന്നവരായ ലോകപാലന്മാരിൽ ഒരുവനായ ആ സൂര്യൻ സവിതാവ് അങ്ങയെ ദർശിക്കുവാനായിട്ട് വരുന്നു. ഈ വകതിരിവ് സത്രാജിത്തിനുണ്ടായിരുന്നില്ല, അഹങ്കാരം കൊണ്ട്. എന്തായാലും ജനങ്ങള്, മറ്റു ദേവന്മാരൊക്കെ പലരും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭഗവാനെ കണ്ടിട്ട് പോകുന്നുണ്ട്. അപ്പൊ അത് ഒരു സാധാരണ സംഭവമാണ് ദ്വാരകയിൽ. എല്ലാവരും ഭഗവാനെ കാണാനും ഭഗവാനെ നമസ്കരിക്കാനും അനുഗ്രഹം നേടാനും എന്തെങ്കിലും ആവലാദികൾ പറയാനും ഒക്കെ വരാറുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രൻ തന്നെ വന്ന് ഭഗവാനോട് അപേക്ഷിക്കുന്നുണ്ട്. എന്തിന്? നരകാസുരനെ വധിച്ച് അതിഥിയുടെ കുണ്ടലങ്ങളും വരുണന്റെ കുടയും അപഹരിച്ചു കൊണ്ടുപോയത് വീണ്ടെടുത്തു തരാനായിക്കൊണ്ട്, ദേവന്മാരുടെ നഷ്ടപ്പെട്ട പ്രൈഡ് തിരിച്ചു തരാനായിക്കൊണ്ട്, അല്ലേ, അസുരനെ കൊന്ന് അവരുടെ ആ അഭിമാന ലക്ഷണങ്ങളായിട്ടുള്ള അവരുടെ അലങ്കാരങ്ങളെല്ലാം തിരിച്ചു കിട്ടാനായിക്കൊണ്ട് ദേവേന്ദ്രൻ തന്നെ വന്ന് കൃഷ്ണന്റെ മുമ്പിൽ വന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻ ആരാന്ന് ഈ ദ്വാരകാവാസികൾക്കൊക്കെ ഒരുവിധം നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് കൃഷ്ണൻ അങ്ങയെ കാണാൻ വരുന്നു, സൂര്യൻ അങ്ങയെ കാണാൻ വരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. എങ്ങനെ വരുന്നു? ത്വാം ദിദൃക്ഷുഃ തിഗ്മഗുഃ ഏഷഃ സവിത. തിഗ്മഗുഃ, ഗുഹ് എന്നുള്ളത് രശ്മിയെ സൂചിപ്പിക്കുന്ന പദമാണ്.
തിഗ്മഗു എന്ന് പറഞ്ഞാലോ തീക്ഷ്ണമായ, തിഗ്മം എന്നാൽ തീക്ഷ്ണം, വളരെ എന്താ പറയുക മൂർച്ചയേറിയത് എന്നോ അല്ലെങ്കിൽ വളരെ പ്രകാശമേറിയത്, കാണാൻ പ്രയാസമേറിയത്, കണ്ണിനെ കുത്തി തുളയ്ക്കുന്നത്. തിഗ്മങ്ങളായ തീക്ഷ്ണങ്ങളായ രശ്മിയോടുകൂടിയവനായ സൂര്യൻ. തിഗ്മഗുഹു സൂര്യ സവിതാ ഗബസ്തി ചക്രേണ നൃണാം ചക്ഷൂംഷി മുഷ്ണന് അയാതി. ഗബസ്തി എന്ന് പറഞ്ഞാൽ രശ്മി ആണ്, അതിന്റെ ചക്രം വ്യൂഹം, മണ്ഡലം എന്നൊക്കെ അർത്ഥം. അപ്പൊ രശ്മി മണ്ഡലം കൊണ്ട് സൂര്യന് ഇഷ്ടംപോലെ പ്രകാശരശ്മികളാണുള്ളത്. അപ്പൊ തന്റെ ഗബസ്തി ചക്രം കൊണ്ട് സൂര്യന് ഗബസ്തിമാൻ എന്ന് പേരുണ്ട്. ഗബസ്തിയോട് കൂടിയവൻ, രശ്മികളോട് കൂടിയവൻ എന്നർത്ഥം. അപ്പൊ എന്തായാലും ഗബസ്തി ചക്രേണ രശ്മിജാലങ്ങളെ കൊണ്ട് നൃണാം ചക്ഷൂംഷി മുഷ്ണന്, മനുഷ്യരുടെ ചക്ഷുസ്സുകളെ, കണ്ണുകളെയെല്ലാം മോഷിപ്പിച്ചുകൊണ്ട് അഥവാ കബളിപ്പിച്ചുകൊണ്ട് അഥവാ കാണാൻ കഴിവില്ലാതാക്കിക്കൊണ്ട് ആയാതി സവിതാ ആയാതി, ആ സവിതാദേവൻ സൂര്യഭഗവാൻ അതാ വരുന്നു. അപ്പൊ എന്തായാലും ദ്വാരകാവാസികളെ സംബന്ധിച്ച് കൃഷ്ണനാണ് വലുത്. സൂര്യൻ ഭഗവാനെ കാണാൻ വരുന്ന ഒരു ദേവൻ മാത്രമാണ്. അവർക്ക് സാധാരണക്കാരനാണ് സൂര്യൻ. ദിവസവും വരുന്ന പല ദേവന്മാരുടെ കൂട്ടത്തിൽ ഒരു ദേവൻ. അവർക്ക് ദേവാദിദേവൻ ജഗന്നാഥൻ ആരാണ്? സാക്ഷാൽ കൃഷ്ണൻ തന്നെ. ഈ ബുദ്ധി നമ്മുടെ ഇദ്ദേഹത്തിന് ഉണ്ടായില്ല, സത്രാജിത്തിന് ഉണ്ടായില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഇത് എടുത്തു പറയുന്നത്. നന്വന്നിച്ഛന്തി തേ മാർഗം ത്രൈലോക്യാം വിബുദർഷഭാഃ ജ്ഞാത്വാദ്യ ഗൂഢം യദുഷു ദ്രഷ്ടും ത്വാം യാത്യജഃ പ്രഭോ. നന്വന്നിച്ഛന്തി തേ മാർഗം ത്രൈലോക്യാം വിബുദർഷഭാഃ ജ്ഞാത്വാദ്യ ഗൂഢം യദുഷു ദ്രഷ്ടും ത്വാം യാത്യജഃ പ്രഭോ. ത്രിലോക്യാം വിബുദർഷഭാഃ തേ മാർഗം അന്വിച്ഛന്തി നനു. ഞാൻ പറഞ്ഞ കാര്യം ഇവിടെ ദ്വാരകാവാസികൾ പറയുന്നു. ത്രിലോക്യാം, ഈ 3 ലോകങ്ങളിലുമുള്ള വിബുദർഷഭാഃ, ദേവർഷഭാഃ, വിബുധന്മാർ, ദേവന്മാർ, അവരിൽ ശ്രേഷ്ഠന്മാർ. അപ്പൊ വിബുദർഷഭന്മാർ തേ മാർഗം അന്വിച്ഛന്തി നനു, അങ്ങയുടെ പദവിയെ, അങ്ങ് ഇരിക്കുന്ന സ്ഥാനത്തെ, അങ്ങയിലേക്കുള്ള വഴിയെ അന്വേഷിക്കുകയാണല്ലോ, ആഗ്രഹിക്കുകയാണല്ലോ. അവരെല്ലാം അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നർത്ഥം. അപ്പൊ ലോകത്തിൽ 3 ലോകങ്ങളിലുമുള്ള ദേവന്മാരെല്ലാം അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു. ഹേ പ്രഭോ, അല്ലയോ ഏറ്റവും പ്രഭാവമുള്ളവനെ, സർവശക്തനായിരിക്കുന്നവനെ, അദ്യ യദുഷു ഗൂഢം ജ്ഞാത്വാ അജഃ ത്വാം ദ്രഷ്ടും യാതി. അദ്യ, ഇപ്പോൾ ആ ദേവദേവനായ അങ്ങ് യദുഷു ഗൂഢം, യാദവന്മാരുടെ ഇടയില് പ്രച്ഛന്ന വേഷത്തിൽ മറഞ്ഞിരിക്കുന്നവനായി, മനുഷ്യ ശരീരമെടുത്ത് കൃഷ്ണനായി ഗൂഢനായിരിക്കുന്ന അങ്ങയെ അറിഞ്ഞിട്ട് ജ്ഞാത്വാ അജഃ ത്വാം ദ്രഷ്ടും യാതി. ഇവിടെ അജശബ്ദം സൂര്യനെ ഉദ്ദേശിച്ച് തന്നെയാണ്. അജശബ്ദം കൊണ്ട് പല ദേവന്മാരെയും ഭഗവാനെ, ബ്രഹ്മദേവനെ ഒക്കെ സൂചിപ്പിക്കും. ജനനമില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിൽ അജഹ ന ജായതേതി അജഹ. ഇവിടെ സൂര്യനെയാണ് അജശബ്ദം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അജഹ ത്വാം ദ്രഷ്ടും യാതി, സൂര്യൻ അങ്ങയെ കാണാനായിട്ട് വന്നിരിക്കുന്നു. എല്ലാ ദേവന്മാരും അങ്ങയുടെ വഴി അന്വേഷിക്കുകയാണ്, അങ്ങയിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണ്, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇപ്പോ സൂര്യൻ അങ്ങയെ കണ്ടുപിടിച്ചിരിക്കുന്നു, അങ്ങയെ കാണാനായിട്ട് വന്നിരിക്കുന്നു എന്ന് ഭഗവാന്റെ മാഹാത്മ്യത്തെയാണ് ദ്വാരകാവാസികൾ എടുത്തു പറയുന്നത്. ശ്രീശുകവാച നിശമ്യ ബാലവചനം പ്രഹസ്യാംബുജലോചനഃ പ്രാഹ നാസൗരവിർദേവഃ സത്രാജിത് മണിനാ ജ്വലൻ. ശ്രീശുകവാച നിശമ്യ ബാലവചനം പ്രഹസ്യാംബുജലോചനഃ പ്രാഹ നാസൗരവിർദേവഃ സത്രാജിത് മണിനാ ജ്വലൻ. നിശമ്യ, കേട്ടിട്ട്. എന്ത്? ബാലവചനം. ഇവിടെ ബാലവചനം എന്ന് പറഞ്ഞാൽ ഈ വരുന്നത് സത്രാജിത്താണ് അല്ലേ? പക്ഷെ സത്രാജിത്തിനെ തെറ്റിദ്ധരിച്ച് സൂര്യനെന്ന് കരുതിയിരിക്കുകയാണ്. അപ്പൊ ഈ തെറ്റിദ്ധാരണ അറിവില്ലാത്തവരുടെ സ്വഭാവമാണ്.
സൂക്ഷ്മദർശനമില്ലാത്തവരുടെ സ്വഭാവമാണ്. അത് ബാലസ്വഭാവമാണ്. അതുകൊണ്ട് ആരൊക്കെയാണോ പറഞ്ഞത് അവരൊക്കെ ബാലന്മാരാണ് എന്നർത്ഥം. കുട്ടികളെ പോലെ നിഷ്കളങ്കരായി ഇങ്ങനെ അന്വേഷണം ചെയ്യാതെ ദൂരത്തു നിന്ന് ആ പ്രകാശം കണ്ടപ്പോൾ സത്രാജിത്താണ് വരുന്നത് എന്ന് അറിയാതെ വഞ്ചിതരായിട്ടുള്ള ആ യാദവന്മാർ, ദ്വാരകാവാസികൾ ഇത് സൂര്യനാണെന്ന് പറഞ്ഞുല്ലോ. തീർച്ചയായിട്ടും അത് ബാലസമാനമായിട്ടുള്ള വചനമാണ്. ഇപ്പോൾ നമ്മളും ഒക്കെ ഈ ലോകത്തിൽ ബാലന്മാരാണ്. എങ്ങനെ അറിയേണ്ട രീതിയിൽ അറിയാതെ വ്യവഹാരം ചെയ്യുമ്പോൾ ഒക്കെ ബാലവ്യവഹാരമാണ്. കൊച്ചുകുട്ടികൾ പാമ്പിനെ കയറിപ്പിടിക്കും, തീയിൽ കളിക്കും, വെള്ളത്തിൽ പോയി ചാടും. അറിവില്ലായ്മ കൊണ്ടാണ്. അത് അപകടകാരിയാണ് എന്നുള്ള അറിവില്ലായ്മയാണ് ബാലത്വം. അതുപോലെ ഇവിടെ അറിവില്ലായ്മയും തെറ്റിദ്ധാരണയും ബാലസ്വഭാവമാണ്. അതുകൊണ്ട് ഇവിടെ ബാലവചനം എന്ന് പറഞ്ഞു. കൊച്ചുകുട്ടികളല്ല, എല്ലാവരും അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത് തന്നെയാണ്. ബാലവചനം നിശമ്യ അംബുജലോചന താമരക്കണ്ണൻ പ്രഹസ്യ മീൻസ് പ്രകർഷേണ ഹാസം കൃത്വ, ഒന്ന് നന്നായി ചിരിച്ചു, പൊട്ടിച്ചിരിച്ചു എന്നർത്ഥം. ചിരിച്ചുകൊണ്ട് എല്ലാവരോടുമായിട്ട് ഭഗവാൻ പറയണ പ്രാഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു. പ്രകർഷേണ ആഹ എന്ത് പറഞ്ഞു? നസൗ രവിർദേവ അസൗ രവിഹി ദേവ ന, ഇവനെ ദേവനായ രവിയൊന്നുമല്ല, ഇത് സൂര്യനൊന്നുമല്ല, പിന്നെയോ സത്രാജിത് മണിനാജ്വലന്, നമ്മുടെ സത്രാജിത്താണത്. മണി കൊണ്ട് ജ്വലിക്കുകയാണ്, രത്നം കൊണ്ട് ശോഭിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ കെട്ടിയിരിക്കുന്ന ആ മണിയുടെ പ്രത്യേകതയാണ് സൂര്യനെ പോലെ തോന്നുന്നത്. യഥാർത്ഥത്തിൽ അത് രവിയല്ല, ദേവനല്ല. നാസൗ രവിർദേവ സത്രാജിത് മണിനാജ്വലന്. അപ്പൊ ബാലന്മാരായ നിങ്ങൾക്കത് മനസ്സിലായില്ല. അതാണ് ഭഗവാൻ ചിരിക്കാൻ കാരണം. ചിരിച്ചുകൊണ്ട് അവരുടെ തെറ്റ് തിരുത്തി പറഞ്ഞു കൊടുത്തു. സത്രാജിത് സ്വഗൃഹം ശ്രീമത്കൃത കൗതുകമംഗളം പ്രവിശ്യ ദേവസദനേ മണിം വിപ്രൈർനിവേശയത്. സത്രാജിത് സ്വഗൃഹം ശ്രീമത്കൃത കൗതുകമംഗളം പ്രവിശ്യ ദേവസദനേ മണിം വിപ്രൈർനിവേശയത്. സത്രാജിത്ത് കൃത കൗതുകമംഗളം ശ്രീമത് സ്വഗൃഹം പ്രവിശ്യ ദേവസദനേ വിപ്രൈഹി മണിം നിവേശയത്. അപ്പൊ സത്രാജിത്ത് കൃത കൗതുകമംഗളം ശ്രീമത് സ്വഗൃഹം, തന്റെ ഗൃഹം ശ്രീമത്താണ്, ഐശ്വര്യമുള്ളതാണ്. അതിൽ ചെയ്യേണ്ട കൗതുകമംഗളങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഉത്സവ പ്രതീതി. ഉത്സവത്തിന് എന്തൊക്കെ ചെയ്യും? ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ക്ഷേത്രമൊക്കെ അലങ്കരിക്കില്ലേ? തോരണങ്ങളും അടിച്ചു തളിച്ച് അല്ലേ ശുദ്ധമാക്കി മാലകളും തോരണങ്ങളും ഒക്കെ തൂക്കി വേണ്ട പോലെ ധൂപദീപാദികളൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് നല്ല തെളിഞ്ഞ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പൊ അതുപോലെ എന്നർത്ഥം അദ്ദേഹം തന്റെ വീട്ടിലേക്ക്, തന്റെ ഗൃഹത്തിലേക്ക് ഈ മണിയെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് അതിനെ പൂജാഗൃഹത്തിൽ പൂജിക്കാനായിട്ട് പ്രതിഷ്ഠിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. കൃത കൗതുകമംഗളം ശ്രീമത് സ്വഗൃഹം പ്രവിശ്യ, തന്റെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ച് ദേവസദനേ വിപ്രൈഹി മണിം നിവേശയത്. ദേവസദനം, ആ ഗൃഹത്തിൽ തന്നെ ഒരു പൂജാഗൃഹം, ദേവാലയം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ ദേവാലയത്തിൽ വിപ്രൈഹി ബ്രാഹ്മണരെ കൊണ്ട് മണിം നിവേശയത്, മണിയെ പ്രവേശിപ്പിച്ചു അഥവാ പ്രതിഷ്ഠിച്ചു. പൂജിക്കാനായിക്കൊണ്ട് ബ്രാഹ്മണരെ കൊണ്ട് അവിടെ വേണ്ട പോലെ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം തനിക്ക് കിട്ടിയ അപൂർവമായിട്ടുള്ള അത്ഭുതമായിട്ടുള്ള ഈ സൂര്യന്റെ അനുഗ്രഹമായ സമന്തകമണിയെ വേണ്ട പോലെ സ്വീകരിച്ച് പൂജിച്ചു. ആ മണിയുടെ പ്രത്യേകത പറയണം അടുത്ത ശ്ലോകത്തില്. ദിനേ ദിനേ സ്വർണഭാരാൻ അഷ്ടൗ സ്രവതി പ്രഭോ ദുർഭിക്ഷമാര്യരിഷ്ടാനി സർപ്പാദിവ്യാധയോ അശുഭാഹ ന സന്തി മായിനസ്തത്ര യത്രാസ്തേഭ്യർച്ചിതോ മണിഃ. ദിനേ ദിനേ സ്വർണഭാരാൻ അഷ്ടൗ സസ്രവതി പ്രഭോ ദുർഭിക്ഷമാര്യരിഷ്ടാനി സർപ്പാദിവ്യാധയോ അശുഭാഹ ന സന്തി മായിനസ്തത്ര യത്രാസ്തേഭ്യർച്ചിതോ മണിഃ. ആ മണിയുടെ മഹത്വം, സൂര്യഭഗവാൻ കൊടുത്ത് വരമായിരിക്കുന്ന ഈ മണി
അതിനെ വേണ്ട പോലെ പൂജിച്ചാൽ, അഭ്യർച്ചിച്ചാൽ ആ മണി എന്ത് തരുന്നു എന്ന് പറയണ. അഭ്യർച്ചിത സ മണി, അർച്ചിക്കപ്പെടുന്നതായിട്ടുള്ള ആ രത്നം യത്ര ആസ്തേ, എവിടെ ഇരിക്കുന്നുവോ, ഏത് ദേശത്തിരിക്കുന്നുവോ, തത്ര ഹേ പ്രഭോ ദിനേ ദിനേ അഷ്ടൗ സ്വർണഭാരാൻ ശ്രവതി. അല്ലയോ പരീക്ഷിത് രാജാവേ, കേൾക്കൂ. ദിനേ ദിനേ, ദിനം പ്രതി അഷ്ടൗ സ്വർണഭാരാൻ ശ്രവതി. അഷ്ടൗ എന്നുള്ളത് 8 എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ്. സ്വർണഭാരാൻ, സ്വർണഭാരങ്ങളെ, 8 ഭാരം സ്വർണത്തെ എന്നർത്ഥം. ഒരു ഭാരം എന്നുള്ളത് അന്നത്തെ കാലത്തെ ഒരു തൂക്കമാണ്. നമ്മളിന്ന് കിലോയെന്നും ഗ്രാമെന്നും ഒക്കെ വ്യവഹരിക്കുന്നു. പണ്ട് തുലാമെന്നും അല്ലെങ്കിൽ എന്താ പറയുക, പണ്ടത്തെ ഭാഷകളിൽ ഓരോ പേര് പറയും. അപ്പൊ ഇവിടെ ഭാരം എന്ന് പറയുന്നു. അങ്ങനെയുള്ള 8 ഭാരം സ്വർണം. എന്തായാലും ഒരു പ്രത്യേക അളവ് 8 കിലോ എന്ന് വേണമെങ്കിൽ നമുക്ക് 200 കിലോ ആണോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അല്ലേ എവിടെയെങ്കിലും. ഒരു ഭാരം അപ്പോൾ 25 കിലോ ആയിരിക്കും. 8 ഭാരമാകുമ്പോൾ 200 കിലോ. അതെ, റാത്തൽ എന്നൊക്കെ പറയും. എന്തായാലും ഈ മണി, സഹമണി പൂജിക്കപ്പെട്ടാൽ എത്ര ആസ്തേ തത്ര ദിനേ ദിനേ അഷ്ടൗ സ്വർണഭാരാൻ ശ്രവതി. 916 അതിന്റെ പ്യൂരിറ്റി സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ദിവസം 8 ഭാരം സ്വർണം അത് സ്രവിക്കുന്നു, പ്രസവിക്കുന്നു എന്നർത്ഥം. അതിൽ നിന്ന് ഉണ്ടാകുന്നു എന്നർത്ഥം. ദുർഭിക്ഷ മാരി അരിഷ്ടാനി അശുഭാഹ സർപ്പ ആദി വ്യാധയ മായിനഃ ന സന്ധി. കണക്ക് മാഷ് വിജയരാഘവൻ മാഷ് പറയുന്നുണ്ട്, പണ്ടത്തെ 112.5 കിലോ ഒരു ഭാരം. ഒരു ഭാരം തന്നെ 112.5 കിലോ. അപ്പോൾ 8 ഭാരം എന്ന് പറഞ്ഞാൽ അതിനെ 8 കൊണ്ട് പെരുക്കിക്കോളൂ. 800, 100, 900 കിലോ വരും. 900 കിലോ ആണ് അഷ്ടഭാരം. എന്താ പറയുക, ജ്വല്ലറിക്കാരുടെ കണ്ണ് തള്ളിപ്പോവും. കാരണം ഒരു ജ്വല്ലറിയിൽ പോലും എത്ര തന്നെ ഉണ്ടാവും? 100 കിലോ ഉണ്ടാവുമോ? അപ്പൊ എന്തായാലും അങ്ങനെയുള്ള വലിയ അനുഗ്രഹം നൽകുന്നതാണ് എന്ന് പറയാണ്. മാത്രമല്ല എന്തൊക്കെ അവിടെ ഉണ്ടാവില്ല, നസന്ധി ദുർഭിക്ഷ. ദുർഭിക്ഷം എന്ന് പറഞ്ഞാൽ സമൃദ്ധി ഇല്ലായ്മ, ദാരിദ്ര്യം. ദാരിദ്ര്യത്തിനാണ് ദുർഭിക്ഷം എന്ന് പറയുക. അപ്പൊ ദാരിദ്ര്യം ഉണ്ടാവില്ല. മാരി എന്ന് പറഞ്ഞാൽ അതിവൃഷ്ടിയോ അനാവൃഷ്ടിയോ, മഴ കൊണ്ടുള്ള ദോഷങ്ങൾ, അതാണ് മാരി. അതുപോലെ അരിഷ്ടാനി, മറ്റുള്ള അരിഷ്ടങ്ങൾ, പലതരത്തിലുള്ള ആപത്തുകൾ, തീപിടുത്തങ്ങളോ ഭൂകമ്പങ്ങളോ ഇടിമിന്നലേറ്റ ആളുകൾ മരിക്കുന്നതോ അങ്ങനെയുള്ളതൊക്കെ അരിഷ്ടങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള അരിഷ്ടാനി. അശുഭാഹ, അശുഭങ്ങളായിട്ടുള്ള മറ്റു സംഗതികൾ. സർപ്പ ആദി വ്യാധയ, സർപ്പങ്ങളിൽ നിന്നുള്ള ഭയം. ആദി മനോദുഃഖങ്ങൾ, വ്യാധി ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ, ഇതൊന്നും ഈ ദേശത്തുണ്ടാവില്ല. മായിന ന സന്ധി, മായാവികളായിരിക്കുന്ന ആളുകളും അവിടേക്ക് പ്രവേശിക്കില്ല. മായയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നൊരു മണ്ഡലമല്ല ഇത്, അല്ലേ? മായ ജാമ്ഡായിരിക്കും അവിടെ. ചില ഹൈ സെക്യൂരിറ്റി സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഈ മൊബൈലും മറ്റുമൊക്കെ കൊണ്ടുചെന്നാൽ അത് പ്രവർത്തിക്കില്ല. എന്താ കാരണം? അവിടെ ജാമർ വെച്ചിട്ടുണ്ടാവും, മൊബൈൽ ജാമർ. അതുപോലെ ഇവിടെ മായികളുടെ, മായാവികളുടെ മായാശക്തി പ്രവർത്തിക്കാത്ത മണ്ഡലമാണ് ഈ സ്ഥലം എന്ന് പറയാം, ഈ ദേശം. അപ്പോൾ
ഗംഭീരമാണ് ഈ സമന്തക മണി എന്ന് പറയാം അല്ലേ. സൂര്യഭഗവാനിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. അത്ഭുതമായിട്ടുള്ള മണിയാണ്. അതെന്തായി പിന്നെ? സയാചിതോ മണിം ക്വാപി യദുരാജായ ശൗരിണ നൈവാർത്ത കാമുകഃ പ്രാദാത് യാജ്ഞാഭംഗം അതർക്കയന്. സയാചിതോ മണിം ക്വാപി യദുരാജായ ശൗരിണ നൈവാർത്ത കാമുകഃ പ്രാദാത് യാജ്ഞാഭംഗം അതർക്കയന്. ക്വാപി യദുരാജായ ശൗരിണ മണിഹി സഹ യാജിതഃ. ക്വാപി എന്ന് പറഞ്ഞാൽ എപ്പോഴോ ഒരിക്കൽ ശൗരി ഭഗവാൻ തന്നെ, ഭഗവാൻ കൃഷ്ണൻ തന്നെ യദുരാജായ മണിം യാജിതഃ. ആര്? സഹ സത്രാജിതഃ. ആ സത്രാജിത്ത് യാചിക്കപ്പെട്ടു. എന്ത് യാചിക്കപ്പെട്ടു? മണി യാചിക്കപ്പെട്ടു. ആരാൽ? ശൗരിണ. ആർക്ക് വേണ്ടി? യദുരാജായ, യദുരാജാവായിട്ടുള്ള ഉഗ്രസേന രാജാവിന് വേണ്ടി കൃഷ്ണൻ ഇവനോട് ചെന്ന് മണിയെ യാചിച്ചു. എന്താ കാരണം വെച്ചാൽ കൃഷ്ണൻ കാണുന്നുണ്ട് ഈ മണി കിട്ടിയതായിട്ടുള്ള ശേഷം ഈ പൂജയൊക്കെ നടക്കുമ്പോൾ ദിവസവും ഇവിടെ സ്വർണം കിട്ടുന്നു. ആ സ്വർണം ഇയാള് ധൂർത്തനായി മാറുന്നതായിട്ട്, ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ, ദാനധർമാദികൾ ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് പകരം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയും ധൂർത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരാൾ രാജ്യത്ത് ധനികനായിട്ട് ധൂർത്തനായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അയാള് രാജ്യത്തിന് തന്നെ ഭീഷണിയാണ്. നേരെ മറിച്ച് ഇത് രാജാവിൻ്റെ കയ്യിലിരുന്നാൽ രാജ്യത്ത് ട്രഷറിയിൽ ഒരു വലിയ നിധിയായിട്ട് മാറും. അത് രാജ്യത്തെ എല്ലാ പ്രജകൾക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. എല്ലാവർക്കും അതിൻ്റെ, രാജാവിൻ്റെ കസ്റ്റഡിയിലായിരുന്നെങ്കിൽ ആ രാജ്യം മുഴുവൻ ഇതുപോലെ മഴയുടെയോ മറ്റു കെടുതികളോ ഒന്നും ഉണ്ടാവില്ല. ഇയാളുടെ വീട്ടിൽ മാത്രം ഇരുന്നാൽ അയാളുടെ വീടിന് മാത്രമേ ആ സംരക്ഷണം ഉള്ളൂ അല്ലേ. ഇങ്ങനെ അപ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിലിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് മാത്രം അതുകൊണ്ട് പ്രയോജനം, അത് അയാൾ അർഹിക്കുന്നതിലധികം ഇതാവുമ്പോൾ അയാൾ അഹങ്കാരിയും അയാളെ കൊണ്ട് ലോകത്തിന് പണിയും ഉണ്ടാവും, അപകടങ്ങളുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ചെന്ന് രാജാവിൻ്റെ കയ്യിൽ കൊടുത്താൽ, ഇത് രാജാവിനെ ഏൽപ്പിച്ചാൽ, രാജധാനിയിൽ വെച്ച് പൂജിച്ചാൽ എല്ലാവർക്കും പ്രയോജനം ഉണ്ടാവുമല്ലോ എന്ന് അഭിപ്രായം പറഞ്ഞത്. പക്ഷേ അതാണ് സയാജിതോ മണിം ക്വാപി യദുരാജായ ശൗരിണ നൈവ അർത്ഥകാമുകഃ പ്രാദാത്. അർത്ഥകാമുകഃ, ധനത്തിൽ നല്ല കാമുകനായിരുന്ന, ആസക്തിയുണ്ടായിരുന്ന ഈ സത്രാജിത്ത് നൈവ പ്രാദാത്, കൊടുത്തില്ല തന്നെ, തരില്ല എന്ന മുഖത്ത് നോക്കി ഭഗവാനോട് പറഞ്ഞു. അപ്പൊ ഈ സത്രാജിത്തിന് ഭഗവാനെ എത്രത്തോളം വിലയുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ബാക്കിയുള്ള ദ്വാരകാവാസികളൊക്കെ ഭഗവാനെ ദേവദേവ, ജഗൽപതേ, നാരായണ എന്നൊക്കെ വിളിക്കുമ്പോൾ അതേ ഭഗവാൻ ചെന്ന് യാചിച്ചിട്ടും കാര്യം പറഞ്ഞിട്ടും മനസ്സിലാവാതെ അഹങ്കാരിയായിട്ട് ഭഗവാനെ നിഷേധിച്ചു. അതാണ് നൈവ പ്രാദാത്. യാജ്ഞാഭംഗം അതർക്കയന്. യാജ്ഞാഭംഗം, അതിനെക്കുറിച്ച് അതർക്കയൻ. അതർക്കയൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാതെ, തർക്കിക്കാതെ. തർക്കം എന്നാൽ ചിന്തയാണ്, ആലോചനയാണ്. അതർക്കയൻ ചിന്തിക്കാതെ. എന്താ ചിന്തിക്കേണ്ടത്? എന്താണ് യാജ്ഞാഭംഗം? ആരെങ്കിലും നമ്മുടെ അടുത്ത് ഉത്തമമായിട്ടുള്ളൊരു സാധനം ഉണ്ടായിട്ട് മഹാത്മാക്കൾ അതിനെ ചോദിച്ചാൽ അത് കൊടുക്കാതിരിക്കരുത് എന്നാണ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സ്വയമേവ ഉത്തമം ദ്രവ്യം മഹതേ അർപ്യം പരാദരാത് തദ് യാചിതേപി അദാനേതോ പരോ അനർത്ഥോത്ര സൂചിതഃ. സ്വയമേവ ഉത്തമം ദ്രവ്യം മഹതേ അർപ്യം പരാദരാത്. സ്വയമേവ അർപ്പിക്കേണ്ടതാണ്. തനിക്ക് കിട്ടിയപ്പോൾ തന്നെ വന്ന് രാജാവിനോ അല്ലെങ്കിൽ കൃഷ്ണന്റെ കയ്യിലോ കൊണ്ടുവന്ന് കൊടുക്കേണ്ടതായിരുന്നു. അതാണ് ഉത്തമമായിട്ടുള്ള ദ്രവ്യങ്ങളെ കിട്ടിയാൽ, എന്നുവെച്ചാൽ ഒരു രാജ്യത്തെ നിധിയൊക്കെ കിട്ടിയാൽ നമ്മൾ രാജ്യത്തിന്റെ സ്വത്താണത്. ഏത് നിധി കിട്ടിയാലും രാജാവിനെ, ഭരണാധികാരികളെ ഏൽപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ മഹാത്മാക്കൾക്കായിക്കൊണ്ട് ആദരവോടുകൂടി
ദ്രവ്യം അർപ്യം, അർപ്പിക്കേണ്ടതാണ്. തത് യാചിതേ അഭി, ഇവിടെ ഇപ്പോ സ്വയം അർപ്പിച്ചില്ല പോട്ടെ, യാചിതേ അഭി, ചോദിച്ചിട്ടും യാചിച്ചിട്ടും അദാനേതു, ദാനം ചെയ്യാതിരുന്നാൽ പരോ അനർത്ഥോ അത്ര സൂചിത, പരമമായിട്ടുള്ള അനർത്ഥമാണെന്ന് സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വളരെ ദോഷമാണ് ഉണ്ടാവാൻ പോകുന്നത്. സ്വയമേവ കൊടുക്കേണ്ടതായിരുന്നു, ഭഗവാൻ വന്ന് ചോദിച്ചിട്ടും കൊടുത്തില്ല. തീർച്ചയായിട്ടും അത് വലിയൊരു പാപമാണ്, വലിയൊരു എന്താ പറയുക, അപരാധമാണ്. അതിൻ്റെ അനർത്ഥങ്ങൾ സ്വയം വന്നു ചേരും എന്നർത്ഥം. അപ്പോൾ അത് പിന്നീട് കാണാൻ പോകുന്ന ആ അനർത്ഥങ്ങൾ എന്തൊക്കെയാണ് പരമ്പരകളായിട്ട് വരുന്നത് ആർക്കൊക്കെ. അപ്പോൾ ഭഗവാൻ പല പ്രാവശ്യം ചോദിച്ചു കാണും, നിർബന്ധിച്ചു കാണും, അത് എന്നിട്ടും കൊടുത്തില്ല എന്നുള്ളതാണ് നൈവ എന്ന് പറയുന്നത്. കൊടുത്തില്ല തന്നെ, കൊടുത്തില്ല എന്ന് പാസീവായി പറഞ്ഞതല്ല. നൈവ പ്രാതാത്, കൊടുത്തതേയില്ല എന്ന് പറയുമ്പോൾ അനേക പ്രാവശ്യം ഭഗവാൻ യാചിച്ചു, എന്നിട്ടും കൊടുത്തില്ല. തർക്കിച്ചു കാണും, എൻ്റെ കയ്യിൽ ഞാൻ തപസ് ചെയ്ത് കിട്ടിയത് എൻ്റേതാണ്, ഞാൻ എന്തിന് രാജാവിന് കൊടുക്കണം എന്ന് പറഞ്ഞ് തർക്കിച്ചു കാണും. അങ്ങനെ പല വഞ്ചനാ വാക്കുകൾ പറഞ്ഞ് കൃഷ്ണനെ ഒഴിവാക്കി. അതാണ് കൊടുത്തില്ല എന്ന് പറയുക. സയാചിതോ മണിം ക്വാപി യദുരാജായ ശൗരിണ നൈവാർത്തകാമുഖഃ പ്രാദാത് യാജ്ഞാഭംഗം അതർക്കയൻ തം ഏകദാ മണിം കണ്ഠേ പ്രതിമുച്യ മഹാപ്രഭം പ്രസേനോ ഹയമാരുഹ്യ മൃഗയാം വ്യചരത്മനി. തം ഏകദാ മണിം കണ്ഠേ പ്രതിമുച്യ മഹാപ്രഭം പ്രസേനോ ഹയമാരുഹ്യ മൃഗയാം വ്യചരത്മനി. ഏകദാ ഒരിക്കൽ, മഹാപ്രഭം തം മണിം കണ്ഠേ പ്രതിമുച്യ, ആ മഹാപ്രഭയുള്ളതായിട്ടുള്ള സൂര്യസമാനം കാന്തിയുള്ള ആ മണിയെ, തം മണിം കണ്ഠേ പ്രതിമുച്യ, കണ്ഠത്തിലേക്ക് മോചിപ്പിച്ചിട്ട്, അഥവാ കണ്ഠം പ്രതി ബന്ധിച്ചിട്ട് എന്നർത്ഥമാണ്. കണ്ഠത്തിൽ ബന്ധിച്ചിട്ട് പ്രസേനഃ, പ്രസേനൻ സത്രാജിത്തിന്റെ സഹോദരൻ അനുജൻ, ഹയം ആരുഹ്യ കുതിരപ്പുറത്ത് കയറിയിട്ട് വനേ മൃഗയാം വ്യചരത്, കാട്ടിൽ മൃഗയാ വിനോദത്തിന് പോയി. വല്ല ആവശ്യമുണ്ടോ? അപ്പൊ പൂജിച്ചുകൊണ്ടിരുന്ന, പൂജാമുറിയിൽ പൂജിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള മണി അർഹതയില്ലാത്ത അനുജൻ ചോദിച്ചപ്പോൾ അനുജനോടുള്ള മമത കൊണ്ട് കൊടുത്തു. ഭഗവാൻ ചോദിച്ചിട്ട് കൊടുത്തില്ല, രാജാവിന് കൊടുത്തില്ല. പക്ഷെ അർഹതയില്ലാത്തവനായിട്ടുള്ള അനുജൻ, തൻ്റെ അനുജൻ എന്നുള്ള രക്തബന്ധം കൊണ്ടുള്ള മമത, ആ മമത കൊണ്ട് അവന് കൊടുത്തു. അവൻ എന്താ ചെയ്തത്? അതിനെ കഴുത്തിൽ കെട്ടിയിട്ട് നായാട്ടിന് പോവുകയാണ് ചെയ്തത്. ആരെ കാണിക്കാൻ? കാട്ടിൽ ചെന്നിട്ട് ഇത് കണ്ടത്തിൽ കെട്ടിയിട്ട് ആർക്കെങ്കിലും കാണിക്കാനുണ്ടോ? അപ്പോൾ ഒട്ടും വകതിരിവില്ലാതെ പെരുമാറി എന്നർത്ഥം. അങ്ങനെ കുതിരപ്പുറത്ത് പോയി. പ്രസേനം സഹയം ഹത്വ മണിം ആച്ഛിദ്യ കേസരി ഗിരിം വിശൻ ജാംബവദ നിഹതോ മണിമിച്ഛത. പ്രസേനം സഹയം ഹത്വ മണിം ആച്ഛിദ്യ കേസരി ഗിരിം വിശൻ ജാംബവദ നിഹതോ മണിമിച്ഛത. ആ പ്രസേനനെ സഹയം ഹത്വ, സഹയം എന്ന് പറഞ്ഞാൽ ഹയേന സഹ, കുതിരയോടുകൂടെ പ്രസേനനെയും കൊന്നു. ആര് കൊന്നു? കേസരി, ഒരു സിംഹം. എന്നിട്ടോ മണിം ആച്ഛിദ്യ, ആ മണിയെ ആകർഷിച്ചിട്ട്, മണിയെ ഛേദിച്ചെടുത്തിട്ട്, കടിച്ചെടുത്തിട്ട്. അപ്പോൾ പ്രസേനന്റെ കണ്ടത്തിൽ നിന്ന് ആ മണിയെ എടുക്കണമെങ്കിൽ എന്ത് വേണം? കഴുത്ത് ചേർത്ത് കടിക്കണം. അപ്പോൾ കഴുത്തിൽ കടിച്ച് കുടഞ്ഞു എന്നർത്ഥം. അതിനു മുമ്പ് കുതിരയെയും അടിച്ചു കൊന്നു. അങ്ങനെ കുതിരയെയും പ്രസേനനെയും സിംഹം കൊന്നു, കേസരി കൊന്നു. എന്നിട്ട് മണിയെ കടിച്ചെടുത്തു, മണിം ആച്ഛിദ്യ. എന്നിട്ട് ഗിരിം വിശൻ, ആ സിംഹം ഇതെന്തോ ഒരു സംഭവമാണ്, തനിക്ക് തിന്നാൻ പറ്റിയ സാധനമെന്ന് വിചാരിച്ച് ഒരു പർവ്വതത്തിലേക്ക് പ്രവേശിച്ചു. പർവ്വതത്തിൽ ചെന്നപ്പോഴോ ജാംബവദ നിഹതോ മണിമിച്ഛത, മണിം ഇച്ഛത ജാംബവദ നിഹത. മണി കണ്ടപ്പോൾ അത് കൊതിച്ച് ആഗ്രഹിച്ചവനായ ജാംബവാനാൽ ഈ സിംഹവും നിഹത, കൊല്ലപ്പെട്ടു. അപ്പോ മണിയെ അസ്ഥാനത്ത് ഉപയോഗിച്ചപ്പോൾ, അതിനെ ആദരിക്കാതിരുന്നപ്പോൾ
എന്താ പറയുക, പരമ്പരയായി മരണങ്ങൾ നടക്കുന്നു. ആദ്യത്തെ മരണം പ്രസേനനും കുതിരയും, ഇതാപ്പോൾ സിംഹവും ഹനിക്കപ്പെട്ടു. അങ്ങനെ ജാംബവാനാൽ സിംഹം നിഹതഃ. തുടർന്ന് സോപി ചക്രേ കുമാരസ്യ മണിം ക്രീഡനകമ്പിലേ അപശ്യൻ ഭ്രാതരം ഭ്രാത സത്രാജിത് പര്യതപ്യത. സോപി ചക്രേ കുമാരസ്യ മണിം ക്രീഡനകമ്പിലേ അപശ്യൻ ഭ്രാതരം ഭ്രാത സത്രാജിത് പര്യതപ്യത. സോപി, ഇവിടെ സഹ എന്ന് പറഞ്ഞാൽ ജാംബവാൻ അഭി, ആ ജാംബവാനും ബിലേ കുമാരസ്യ മണിം ക്രീഡനകം ചക്ര. ബിലേ തന്റെ മാളത്തിൽ, മാളം എന്ന് പറഞ്ഞാൽ ഇവിടെ ഗുഹ, അപ്പൊ തന്റെ ഗുഹയില് കുമാരസ്യ, അവിടെ ഒരു കുമാരനുണ്ട്, കൊച്ചുകുട്ടിയുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്. ആ കുട്ടിക്ക് കളിക്കാനായിക്കൊണ്ട് മണിം ക്രീഡനകം ചക്രേ, മണിയെ കളിക്കോപ്പാക്കി ചെയ്തു. അപ്പോ ഒരു വാനരക്കുട്ടിയുടെ കയ്യില് കളിക്കാനുള്ളതായിട്ടുള്ള കളിക്കോപ്പായിട്ട് തീർന്നു. കൊരങ്ങന്റെ കയ്യില് അല്ലേ പൂമാല പോലെയായി എന്നർത്ഥം. ഈ സമയത്ത് ഭ്രാതാ സത്രാജിത് ഭ്രാതരം അപശ്യൻ പര്യതപ്യത. ഭ്രാതാ സത്രാജിത്ത്, സഹോദരനായ സത്രാജിത്ത്, ഭ്രാതരം അപശ്യൻ, സഹോദരനെ കാണാതെ, പര്യതപ്യത, പരിതപിച്ചു, വിഷമിക്കാൻ തുടങ്ങി, നിലവിളിച്ച് കരയാൻ തുടങ്ങി. സഹോദരൻ പോയതിനേക്കാൾ അല്ലേ എന്തായിരിക്കും, തനിക്ക് അത്യന്തം വിലപിടിച്ചതായിട്ടുള്ള തൻ്റെ ആ സമന്തകമണിയും പോയല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും മണിയും പോയി, അനുജനും പോയി. അതിനെക്കുറിച്ച് പരിതപിക്കാനായി, കരയാനായിട്ട് തുടങ്ങി. കുറേ ദിവസങ്ങൾ കാത്തു നിന്നിട്ടും അനുജൻ വരുന്നില്ല. അപ്പം എന്തായി, സത്രാജിത്തിന് സംശയം തന്നോട് ഈ മണി വന്ന് ചോദിച്ച കൃഷ്ണനോടാണ്. അപ്പൊ കൃഷ്ണൻ ഒരു കൊതിയനാണെന്നാണ് ഇദ്ദേഹം കരുതി വച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം സ്വയം പതുക്കെ പതുക്കെ പറയാൻ തുടങ്ങി. പ്രായഃ കൃഷ്ണേന നിഹതോ മണിഗ്രീവോ വനംഗതഃ ഭ്രാതാ മമേതി തത് ശ്രുത്വാ കർണേ കർണേ അജഭഞ്ജനാഃ. പ്രായകൃഷ്ണേന നിഹതോ മണിഗ്രീവോ വനംഗതഃ ഭ്രാതാ മമേതി തത് ശ്രുത്വാ കർണേ കർണേ അജഭഞ്ജനാഃ. മണിഗ്രീവഃ വനംഗതഃ മമ ഭ്രാതാ. മണിയെ ഗ്രീവത്തിൽ കണ്ടത്തിൽ കെട്ടിക്കൊണ്ട് വനംഗതഃ, വനത്തിലേക്ക് പോയവനാണ് മമ ഭ്രാത, എന്റെ സഹോദരൻ പ്രസേനൻ. പക്ഷേ കൃഷ്ണേന നിഹതഃ പ്രായഃ, പ്രായേണ മിക്കവാറും കൃഷ്ണേന നിഹതഃ, കൃഷ്ണനാൽ തന്നെയായിരിക്കും കൊല്ലപ്പെട്ടിട്ടുണ്ടാവുക. അപ്പൊ അദ്ദേഹത്തിന്റെ ശങ്ക അദ്ദേഹം എന്ത് ചെയ്തു, ഇതി തത് ജനാഹ ശ്രുത്വ, ഇത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കണ്ടോളൻസ് പറയാൻ വരുന്ന ആളുകളോടൊക്കെ അദ്ദേഹം പറഞ്ഞു അല്ലേ. അനുജൻ മരിച്ചാൽ ആശ്വസിപ്പിക്കാനായിട്ട് വരുമല്ലോ. അപ്പൊ അവരോടൊക്കെ പറഞ്ഞു, എനിക്ക് സംശയം കൃഷ്ണനെ തന്നെയാണ്, കൃഷ്ണനാവാനേ വഴിയുള്ളൂ. ഇങ്ങനെ സംശയങ്ങളെ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ എന്തായാലും കേൾക്കുന്ന ജനങ്ങൾ എന്താവും, അവര് അല്ലേ കറുത്ത വറ്റി ഛർദിച്ചു എന്ന് പറയുമ്പോഴേക്കും കാക്കയെ ഛർദിച്ചു എന്നാക്കും ലോകം. ഇതാണ് ലോക സ്വഭാവം. അപ്പൊ എന്തായി, അവരുടേതായിട്ടുള്ള മസാല കൂട്ടിയിട്ട് പരസ്പരം പറയാൻ തുടങ്ങി. അതാണ് കർണേ കർണേ അജപൻ ജനാഹ തശ്രുത്വ ജനാഹ കർണേ കർണേ അജപൻ. കർണങ്ങൾ തോറും എല്ലാവരും പരസ്പരം ചെവിയില് മന്ത്രിച്ചു, ജപിച്ചു. കൃഷ്ണനാണത്രേ, കൃഷ്ണൻ തന്നെയാണത്രേ എന്ന് അതിൻ്റെ ഒരു എന്താ പറയുക ഊന്നൽ കൂടിക്കൂടി വന്നു എന്ന് പറയാം. കൃഷ്ണനല്ലാതെ ആരാതൊക്കെ ചെയ്യുക എന്നൊക്കെ ഓരോരുത്തരും പരസ്പരം കാതിൽ മന്ത്രിച്ചു. അതങ്ങനെ നാട്ടില് പാട്ടായി നടക്കും. അപ്പോൾ ഇപ്പോൾ കൃഷ്ണനെ എല്ലാവരും ശങ്കയോടുകൂടി കാണുന്നു. അജ്ഞാനികളായിട്ടുള്ള മൂഢന്മാരായിട്ടുള്ള ദ്വാരകാവാസികളെല്ലാം, അവരെല്ലാം ബാലന്മാരാണ്. എന്ത് കേട്ടാലും കണ്ടാലും ഉടനെ വിശ്വസിക്കുന്ന സ്വഭാവമാണ് എന്നറിയാം. അതുകൊണ്ട് ഭഗവാനെ ശങ്കിച്ചു. ഭഗവാൻ തദുപസൃത്യ ദുർയശോ ലിപ്തമാത്മനി മാർഷ്ടും പ്രസേന പദവീം അന്വപദ്യതമാകരൈഃ. ഭഗവാൻ തദുപസൃത്യ ദുർയശോ ലിപ്തമാത്മനി
മാർഷ്ടും പ്രസേന പദവീം അന്വപദ്യത നാഗരൈഃ. ഭഗവാൻ തത് ഉപസൃത്യ, അവസാനം അത് ഭഗവാന്റെ ചെവിയിലും എത്തി. അല്ലേ, നമ്മളെ കുറിച്ചിട്ടുള്ള ചീത്തപ്പേരുകൾ വല്ലതും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, കുനിഷ്ടം കുശുമ്പും പറയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അവസാനം കേൾക്കുക നമ്മളാണ്. ബാക്കി എല്ലാവരും കേട്ട് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചെവിയിലേക്ക് എത്തുക. ഇങ്ങനെ പറയണു നിങ്ങളെക്കുറിച്ച് എന്ന് ആദ്യത്തെ കേൾവിയിൽ ആരും പറയില്ല. എന്തായാലും ഭഗവാൻ കേട്ടു. ഭഗവാൻ തതുപസൃത്യ, കേട്ടിട്ട് ആത്മനി ലിപ്തം ദുർയശഃ മാർഷ്ടും, ആത്മനി ലിപ്തം തന്റെ നേരെ ലേപനം ചെയ്യപ്പെട്ട, തന്നിൽ പൂശിയിരിക്കുന്നതായിട്ടുള്ള, തന്നിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ദുർയശഃ, ഈ ദുഷ്കീർത്തി, അതിനെ മാർഷ്ടും മാർജനം ചെയ്യുവാൻ, കഴുകിക്കളയുവാൻ, അടിച്ചു തെളിക്കാൻ, ശുദ്ധീകരിക്കാൻ എന്നർത്ഥം. അപ്പൊ തനിക്ക് ബാധിച്ച ഈ കളങ്കത്തെ ദൂരീകരിക്കാൻ നാഗരൈഹി പ്രസേന പദവീം അന്വപദ്യത. നാഗരൈഹി എന്ന് പറഞ്ഞാൽ നഗരവാസികളോടുകൂടെ കുറച്ച് പ്രമുഖന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ കൂട്ടിയിട്ട് ഒരു അന്വേഷണ കമ്മീഷൻ ഭഗവാൻ തന്നെ നയിച്ചു. വരൂ നമുക്ക് സത്യാന്വേഷണം ചെയ്യാം എന്ന് പറഞ്ഞ് നഗരവാസികളോടുകൂടി പ്രസേന പദവീം, പ്രസേനൻ എവിടെയാണുള്ളത് എന്ന് തെരഞ്ഞുകൊണ്ട്, പ്രസേനന്റെ സ്ഥാനത്തെ, ഇനി പ്രസേനൻ ഏട്ടനെ വഞ്ചിച്ചുകൊണ്ട് 8 ഭാരം കിട്ടുന്ന സ്വർണമായിട്ട് നാട് വിട്ട് എവിടെയെങ്കിലും പോയിരിപ്പുണ്ടോ അന്വേഷിക്കണമല്ലോ, മരിച്ചു എന്നുള്ളത് കൺഫേം ആയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രസേനനെ കണ്ടുപിടിക്കാനായിക്കൊണ്ട് അന്വപദ്യത, അനുപദം ചെയ്തു എന്ന് വെച്ചാൽ ട്രേസ് ചെയ്യാൻ ആരംഭിച്ചു. പ്രസേനൻ ഏത് വഴിക്കാണ് പോയത്, പ്രസേനന്റെ പദം, പ്രസേനന്റെ കാലടികൾ, അല്ലെങ്കിൽ പ്രസേനൻ പോയ കുതിരയുടെ കാലടികൾ, അതിനെ പിന്തുടർന്നുകൊണ്ട് എന്താ പറയുക, പുറപ്പെട്ടു എന്നർത്ഥം. അന്വപദ്യതാം. അപ്പൊ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ലോകാപവാദം അത് നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ അത് എന്താ പറയുക, മാർജനം ചെയ്യണം. എല്ലാവരും നമ്മളെ ഇല്ലാത്ത നുണകൾ പറഞ്ഞ് പരത്തുമ്പോൾ പറ്റുമെങ്കിൽ നമ്മളാൽ ശ്രമിച്ച് അത് നീക്കേണ്ടതാണ്. അതാണ് ധർമ്മം, ലോക സ്വഭാവം. ചിലർ പറയുന്നത് വിശ്വസിക്കും, ചിലർ മൂഢജനങ്ങൾ വേഗം വിശ്വസിക്കും. ഈ എന്താ പറയുക, ദുഷ്ടന്മാരാണെങ്കിലോ അത് ആഘോഷിക്കുകയും ചെയ്യും. അതാണ് അല്ലേ ഇപ്പം നമ്മുടെ മറ്റേ വേടൻ്റെ കഥയും, അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ ഓരോ കാര്യങ്ങളിൽ എടുക്കുന്നതായിട്ടുള്ള രീതികൾ, ഒരു എന്താ പറയുക, ധാർമ്മികതയുമില്ലാതെ, ഒരു സത്യത്വ ബോധവുമില്ലാതെ ആര് പൈസ കൊടുക്കുന്നുവോ അവർക്ക് വേണ്ടി ഏത് വാർത്തകളും പടച്ചുവിടാനും ഏത് കാര്യങ്ങളും പ്രചരിപ്പിക്കാനും ധാർമ്മികന്മാരായിട്ടുള്ളവരുടെ നേരെ കരിവാരിത്തേക്കാനും രാജ്യത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്നവരെ ദേശദ്രോഹികളായി ചിത്രീകരിക്കാനും യഥാർത്ഥ ദേശദ്രോഹികളെ രാജ്യസ്നേഹികളായി പ്രഖ്യാപിക്കാനും ഒക്കെ ഈ മാധ്യമങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. മാപ്രകൾ, മാധ്യമ പ്രവർത്തകരെ ചുരുക്കി പറയുന്നതാണ് മാപ്ര. അപ്പോൾ നമ്മുടെ കേരളത്തിലെ മാപ്രകൾ വിചാരിച്ചാൽ ഏത് സത്യത്തെയും അസത്യമാക്കി മാറ്റാൻ സാധിക്കും. സത്യം ചെരുപ്പിടാൻ തുടങ്ങുമ്പോഴേക്കും അസത്യം ലോകം ചുറ്റി വന്നിരിക്കും. അതാണ് അസത്യത്തിൻ്റെ സ്വഭാവം, അല്ലേ? സത്യം ചെരുപ്പിട്ട് ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ, അപ്പോഴേക്കുമാണ് അസത്യം ലോകം ചുറ്റി വന്നിരിക്കും. നമ്മുടെ എന്താ പറയുക, യുദ്ധം നിർത്തുന്ന കാര്യത്തിൽ ട്രംപ് അടക്കം താൻ ഇടപെട്ടിട്ടാണ് യുദ്ധം നിർത്തിച്ചത് എന്നുള്ള രീതിയിലൊരു പ്രഖ്യാപനം ഉണ്ടായി. അത് വാസ്തവമായിരുന്നില്ല, അത് അദ്ദേഹം തന്നെ സ്വയം അവസാനം തിരുത്തി. അപ്പൊ ഇതാണ് ലോക സ്വഭാവം. എന്തെങ്കിലും അസത്യം കേൾക്കുമ്പോഴേക്കും അതിനെ പരത്താൻ, അഗ്നി പോലെ കാട്ടുതീ പോലെ പരത്താൻ ആൾക്കാരുണ്ട്. എന്താണ് വാസ്തവം എന്ന് അന്വേഷിച്ചിട്ടേ നമ്മൾ സ്വയം അതിൻ്റെ കാര്യകാരണങ്ങൾ വിചാരം ചെയ്ത് നമുക്ക് ബോധ്യം വന്നാലേ നമ്മൾ പറയാൻ പാടുള്ളൂ. അല്ലാതെ കാള പെറ്റു എന്ന് പറയുമ്പോഴേക്കും കയറെടുക്കുക എന്നുള്ള സ്വഭാവം മൂഢന്മാരുടേതാണ്, അത്യന്ത മൂഢന്മാര്. അങ്ങനെയുള്ള മൂഢന്മാരെ കൊണ്ട് ഈ ലോകം നിറഞ്ഞിരിക്കുകയാണ്. സ്വയം വിചാരം ചെയ്യുന്നവർ, സ്വതന്ത്ര ബുദ്ധി ഉപയോഗിക്കുന്നവർ, ലോജിക് ഉപയോഗിക്കുന്നവർ ഒക്കെ കുറഞ്ഞു വരികയാണ്. മന്ദബുദ്ധികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ലോകം.
അപ്പം അതുകൊണ്ട് സത്യത്തെ, എന്താണ് സത്യമെന്ന് പ്രകാശിപ്പിക്കൽ ഒരു ധർമ്മമാണ്. അല്ലെങ്കിൽ ആളുകൾ വഴിതെറ്റി പല ചതിക്കുഴികളിലും ചെന്ന് പതിക്കും, നശിക്കും. അപ്പോൾ ഇവിടെ ഭഗവാൻ എന്ത് ചെയ്തു? തനിക്ക് നേരെ ഉണ്ടായ ആ ദുഷ്കീർത്തിയെ, ദുർയശസ്സിനെ മാർജനം ചെയ്യുവാനായി പ്രസേന പദവിയും അന്വപദ്യത നാഗരൈഹി, നഗരവാസികളോടുകൂടി പുറപ്പെട്ടു. ബാക്കി നമുക്ക് നാളെ കാണാം. വൈകുന്നേരം ഇല്ല, മീറ്റിംഗ് ഉണ്ട്. നാളെ തുടരാം, നാളെ രാവിലെ തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. 31-ാം തീയതി നമ്മുടെ ആശ്രമത്തിൻ്റെ വാർഷിക പരിപാടികൾ, എന്തൊക്കെയാണ് പരിപാടികൾ എന്നുള്ളത് അനൗൺസ് ചെയ്യാം. മഹാമണ്ഡലേശ്വർ സ്വാമിജി, മറ്റ് പാലക്കാടുള്ള സ്വാമിജിമാരെല്ലാവരും വരുന്നുണ്ട്. സത്സംഗങ്ങളുണ്ടാകും. രാവിലെ നേരത്തെ ഗണപതി ഹോമം, അത് കഴിഞ്ഞുള്ളൊരു ടീം പഞ്ചാരി മേളം അവതരിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട്. അത് കഴിഞ്ഞ് 9:30-ക്ക് ശേഷം സത്സംഗങ്ങൾ ആരംഭിക്കും. കുട്ടികൾക്കുള്ള പുസ്തക വിതരണം, പുസ്തകം, ബാഗ്, കുട മുതലായിട്ടുള്ള സ്റ്റേഷനറികൾ എല്ലാം വിതരണം ചെയ്യുന്നതും അന്ന് ആരംഭിക്കും. ഈ ദേശത്ത് ചുറ്റുപാടുള്ളതായിട്ടുള്ള കുട്ടികളൊക്കെ ഒരുപാട് പേര് തന്നിട്ടുണ്ട്. അവർക്കൊക്കെ പുസ്തക വിതരണം. അപ്പോൾ എല്ലാ വർഷവും നിങ്ങളൊക്കെ അതിൽ സഹകരിക്കാറുണ്ട്. ആവുന്ന പോലെ എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം. നിങ്ങളുടേതായിട്ടുള്ള സംഭാവനകൾ അയക്കാം. കഴിഞ്ഞ കൊല്ലം 125ഓളം കുട്ടികൾക്കാണ് കൊടുത്തത്. ഈ വർഷം എത്ര വരും എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇപ്പം തന്നെ ഒരു 70-80 കുട്ടികളോളം ഈ ചുറ്റുപാടുള്ളത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും 100 ആവറേജ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരെയും ആ പരിപാടിയിലേക്കും സ്വാഗതം ചെയ്യുന്നു. വൈകുന്നേരം എന്തെങ്കിലും ഒരു കൾച്ചറൽ പരിപാടി വേണമെന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ ദേവി മാഹാത്മ്യ പാരായണവും ഒപ്പം ഭഗവതി സേവയും സന്ധ്യയ്ക്ക് അതും പ്ലാൻ ചെയ്യുന്നുണ്ട്. ദേവി മാഹാത്മ്യത്തിലെ സ്തുതികൾ മാത്രം പാരായണം, ഭഗവതി സേവ. GPay സെയിം തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാറ്റിലും പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും തലേ ദിവസം തന്നെ വരണം എന്നുള്ളവർക്കും ഒക്കെ വരാം. ഒരു ദിവസം ഇവിടെ നിന്നിട്ട് പോകണം എന്നുള്ളവർക്കും നേരത്തെ അറിയിച്ചാൽ നമ്മൾ സൗകര്യങ്ങളോടെ ഒരുക്കാം. എല്ലാവരും വെൽക്കം. ഓം.